എന്ന് വിശ്വസിക്കുകയാണ്. മുഖത്തൊന്നും സന്തോഷം കാണുന്നില്ലല്ലോ. എല്ലാരും ചിരിക്കാനൊക്കെ മറന്നുപോയോ? ഭയങ്കര സീരിയസ് ആയിട്ട് എങ്ങനെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാം എന്ന് പഠിക്കാനിരിക്കാം. അപ്പൊ നമ്മള് 2 ദിവസം ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. പറ്റുന്ന ആളുകളൊക്കെ മാക്സിമം വീഡിയോ ഓൺ ചെയ്ത് തന്നെ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. കാരണം സ്ട്രെസ് റിലീസ് ചെയ്യാന് നിങ്ങളുടെ ഈ ഒരു ചിരി ഭയങ്കരമായിട്ട്, നിങ്ങളുടെ ആ പ്രസന്ന മുഖം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും ചിരിച്ചപ്പോ നല്ല ഹാപ്പി ആയി. പിന്നെ നമ്മൾ 2 ദിവസം എന്താണ് കേട്ടുകൊണ്ടിരുന്നത്? എന്താണ് നിങ്ങൾക്ക് 2 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്? ഇന്ന് നമുക്കൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് സെഷൻ ആണ് അല്ലേ? അതിനുവേണ്ടി ആക്ടിവിറ്റി സെഷൻ ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പേ എന്താണ്, എവിടെ നിന്നാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇല്ലാതെ ലൈഫിൽ ഇന്നേ വരെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഇപ്പൊ തന്നെ പഠിച്ചു. ഇനി ആക്ടിവിറ്റി കിട്ടി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് വരികയില്ല അല്ലെ? ഇപ്പൊ തന്നെ 2 ദിവസത്തെ ക്ലാസ്സോടെ തന്നെ എല്ലാരും സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? അപ്പോ ഇനി ഇന്നത്തെ ക്ലാസ് കിട്ടുന്നതോടുകൂടി സ്ട്രെസ് എന്നുള്ള പ്രശ്നം ഇനി നമുക്ക് ഉണ്ടാവില്ല. എന്നാ സ്ട്രെസ് വരാതിരിക്കോ? നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലും സ്ട്രെസ് വരാതിരിക്കില്ല. സ്ട്രെസ് വന്നുകൊണ്ടിരിക്കും, പക്ഷെ നമുക്കതൊരു പ്രശ്നേ അല്ല. എന്തെല്ലാം വരുന്നു, ഒരു പ്രശ്നവുമില്ല, എന്നെ അതൊന്നും ബാധിക്കില്ല മോനെ എന്ന് പറയുന്ന രീതിയിൽ സാറ് നമ്മളോട് എപ്പോഴും പറയാറുണ്ട്, എന്താണ്, ഞാൻ ബുള്ളറ്റ് പ്രൂഫ് ആണെന്ന്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ക്ലാസ് കഴിഞ്ഞാല് ആ ഒരു ലെവലിലെത്തണം. അപ്പൊ നിങ്ങളൊന്ന് പറയും, എന്താണ് 2 ദിവസത്തെ? ഞാൻ നേരത്തെ ചോദിച്ചതിന് ആകെ ഒരാളാണ് ഒരു റിപ്ലൈ തന്നത്. എന്താണ് നിങ്ങൾ 2 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത്? എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി? നിങ്ങളുടെ സ്ട്രെസ്സിന്റെ സോഴ്സ് എന്താണ്? എവിടുന്ന്, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ആ സ്ട്രെസ് നിങ്ങളെ ബാധിക്കുന്നത്? എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റി? എന്തൊക്കെയാണ് നിങ്ങളിൽ ഉണ്ടായ ചേഞ്ചുകൾ? ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാം. ഹാൻഡ് റൈസ് ചെയ്ത ആളുകളെ അൺമ്യൂട്ട് ചെയ്ത് തരും. പെട്ടെന്നൊന്ന് പറയാം. ആർക്കും ഒന്നും ഉണ്ടായില്ലേ? ഫിയറിൽ നിന്നാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി. നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് 2 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രെസ്, ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾക്ക് അതിൽ നിന്ന്, ആ 2 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് എന്നൊന്ന് പറയും. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ പറയാനുള്ള ആളുകൾ. എന്താണ്, ആരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ലേ? ആരുടെയും സ്ട്രെസ് റിലീസ് ആയില്ലേ? എല്ലാരും സ്ട്രെസ് റിലീസായി ഹാപ്പി ആണ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിക്കാൻ, ആ സ്ട്രെസ് ഇപ്പോഴും പോയില്ലേ? അപ്പോ ഇന്നത്തെ വളരെ മനോഹരമായി നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സെഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ ഗുരു റഫീഖ് സർ എത്തിയിട്ടുണ്ട്. നമുക്ക് സാറിന് വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് സാറിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനിരിക്കും. Thank you. Thank you, Asra ma'am. Thank you all for being here in this amazing morning session. Good morning. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. സോ ഇന്നത്തെ സ്ട്രെസ് റിലീഫ് പ്രോഗ്രാമിന്റെ 3ാമത്തെ ദിവസത്തിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാം.
ആദ്യ ദിവസം നമ്മൾ എന്ത് പഠിച്ചു? എന്താണ് സ്ട്രെസ് എന്ന് പഠിച്ചു അല്ലെ? സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആണ്, ഒരു പ്രതികരണമാണ്. ഡിഫിക്കൽട്ട് ആയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത, അൺഎക്സ്പെക്റ്റഡ് ആയുള്ള, ഡ്രമാറ്റിക് ആയുള്ള, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ ആഗ്രഹത്തിനെതിരെ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ടാവുക, അങ്ങനെ പ്രതികരിക്കുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. ഒരു ഹ്യൂമൻ റെസ്പോൺസ് ആണ്, നാച്ചുറൽ ഹ്യൂമൻ റെസ്പോൺസ് ആണ് എന്ന് മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പ്രതികരണമാണ്. എല്ലാവർക്കും ഉണ്ട് സ്ട്രെസ്, അതിന്റെ അളവിൽ മാത്രം അല്ല. എങ്ങനെയല്ലേ? സ്ട്രെസ് ഇല്ലാത്തവർ വളരെ കുറവാണ്, തീരെ ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, അതിന്റെ ലെവലിൽ, അതിന്റെ അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ? അതാണ് സമാധാനം എന്ന് പറയുന്ന ഒരാൾ. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട് പറയുമ്പോൾ സമാധാനം, ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണ് സ്ട്രെസ് ഉള്ളത്, ഇപ്പൊ സമാധാനമായി, കാരണം എല്ലാവർക്കും ഉണ്ടല്ലേ. അതെ, എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അതേസമയം നമ്മൾ ചില ആളുകൾ കാണുമ്പോൾ മനസ്സിലാവും, ഞാനൊക്കെ സ്വർഗത്തിലാണ്, എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അവരനുഭവിക്കുന്ന പ്രശ്നം കണ്ടില്ലേ എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, എന്നാൽ അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ? ഓക്കെ. അതേസമയം ഈ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, അമിതമായി നിയന്ത്രണമില്ലാതെ നമ്മളെ അത് ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താ കൊടുക്കേണ്ടത്? അവയർനെസ് കൊടുക്കാൻ പഠിച്ചു അല്ലേ? എന്താ അവയർനെസ് എന്ന് പറയുന്നത്? എൻ്റെ ഉള്ളിലുള്ള ചില ചിന്തകളും വികാരങ്ങളും, ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും ശീലങ്ങളും അല്ലേ, എൻ്റെ വിശ്വാസങ്ങളിൽ നിന്ന് വരുന്ന അത്തരം എൻ്റെ പെരുമാറ്റ രീതികളെല്ലാം അതെന്നെ കൂടുതൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിൽ തന്നെ ആ മാറ്റം വരേണ്ടതുണ്ട്. അവബോധത്തിന്റെ ശക്തിയാണ്, എൻ്റെ ഉള്ളിലാണ് ആ മാറ്റം വരേണ്ടത്, നമ്മളെ കാഴ്ചപ്പാടിലാണ് അല്ലേ? ഒന്നിനെയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ഈ ലോകത്തെ കാണുന്നത് അവരവരുടെ ഫ്രെയിമിലൂടെയാണ് അല്ലേ? പഠിച്ച കാര്യം അതല്ലേ? അവബോധത്തിൽ എന്താ നമ്മൾ കണ്ടത്? ഞാൻ ഈ ലോകത്തെ കാണുന്നത് എൻ്റെ ഫ്രെയിമിലൂടെയാണ്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഫ്രെയിമുകളുണ്ട്, അതിലൂടെ ഓരോരുത്തരും ഈ ലോകത്തെ വിലയിരുത്തുന്നു, ജഡ്ജ് ചെയ്യുന്നു. അപ്പോ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ അനുഭവം വരുന്നു? കാരണം ഇത്രയും കാലത്തെ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട എൻ്റെ അനുഭവങ്ങൾ കാരണം ഉള്ളിൽ രൂപപ്പെട്ട വിശ്വാസങ്ങൾ, അതുണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളും ശൈലികളും സ്വഭാവങ്ങളും എന്നെ ഇപ്പോഴത്തെ ഞാനാക്കി മാറ്റി. അപ്പൊ അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളിൽ ചില കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അത് അത് എൻ്റെ ഫ്രെയിം അങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ ആ രീതിയിൽ നോക്കി കണ്ടത് കൊണ്ടാണ്. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യണം? ഞാന് എൻ്റെ ഫ്രെയിമിലൂടെ മാത്രം, എൻ്റെ പെർസ്പെക്റ്റീവിലൂടെ മാത്രം ലോകത്തെ നോക്കുന്നതിന് പകരം എല്ലാവരുടെയും പെർസ്പെക്റ്റീവിനെ കുറിച്ച് ഞാൻ ബോധവാനാവേണ്ടതുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അതിനെ റെസ്പെക്ട് ചെയ്യാനും എമ്പതി അല്ലെ, എമ്പതറ്റിക് ആയിട്ട് സ്നേഹത്തോടെ, അത് അനുകമ്പയോടെ, സഹിഷ്ണുതയോടെ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയാൽ, അതാണ് അവയർനെസ്സിലൂടെ ഉണ്ടാവുന്ന മാറ്റം. ഉള്ളിൽ ആ കാഴ്ചപ്പാട് മാറുമ്പോ, പെർസെപ്ഷൻ, നമ്മൾ നോക്കിക്കാണുന്ന രീതി മാറുമ്പോ, ആ ശക്തമായുള്ള അവബോധത്തിന്റെ ആ ഒരു പവർ അത് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് പതിയെ 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 കുറഞ്ഞു വരും. എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എന്നൊരാൾ പറയുന്നു, അത് നിങ്ങളുടെ ഒരു തെറ്റായുള്ള അഫർമേഷൻ ആണ്. ശ്രദ്ധിക്കുക, അവബോധത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് ഞാൻ പറയാണ്.
എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എന്ന് ഒരു തെറ്റായുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിൽ പറയാണ്. എനിക്ക് കഴിയുന്നുണ്ട്, കഴിയുന്നുണ്ട്, കഴിയുന്നുണ്ട്. എന്താണ് പറയേണ്ടത്? കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് കഴിയില്ല, കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കഴിയും. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക, ഞാൻ കുറെ ശ്രമിച്ചു, അത് കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രമിച്ചിട്ട് അത് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് കഴിയാത്തത് എന്നുള്ളതല്ല, അത് കഴിയുന്നത് വരെ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ലേ? ഞാൻ എത്ര ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്താ അതിന്റെ കാരണം? ഞാൻ ചെയ്താൽ റിസൾട്ട് കിട്ടില്ല എന്നൊരർത്ഥം അതിനില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇനിയും പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ? എനിക്കത് പറ്റും, അതിന് സാധിക്കും, കഴിയും, പറ്റും, സാധിക്കും. അതെ, ക്ലിയർ അല്ലേ? എന്താണ് നമ്മൾ ആവർത്തിക്കേണ്ടത്? എന്നെ കൊണ്ട് പറ്റും. അവയർനെസ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. എങ്ങനെ കൊടുക്കേണ്ടത്? എന്നെ കൊണ്ട് അതിന് സാധിക്കും, പറ്റും, കഴിയും. ഞാൻ കുറെ ആയിട്ട് പലതും ശ്രമിച്ചു സർ, ഒരു മാറ്റവും ഇല്ല, ഞാൻ സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ സഹിക്കുന്നത്. നിങ്ങൾ അത് ആവർത്തിക്കുമ്പോ അത് തന്നെ സംഭവിക്കുന്നു. ചില സമയത്ത് അറിയാതെ വരുന്നു, സ്ട്രെസ് വന്നോട്ടെ, ഇടയ്ക്ക് വരുന്നേ, തീരെ വരരുതെന്നൊന്നും വാശി പിടിക്കേണ്ട. വന്നോട്ടെ, അതുകൊണ്ടൊന്നും സംഭവിക്കൂല. ഇടയ്ക്ക് ചെറിയ സ്ട്രെസ് വന്നു എന്ന് വിചാരിച്ച് ആകാശം പൊളിഞ്ഞാടൊന്നുമില്ല. ക്ലിയർ അല്ലേ? അല്ലേ? ക്ലിയർ അല്ലേ? ഒരു ബട്ട് ഇല്ല, റിസൾട്ട് കിട്ടുന്നത് വരെ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബട്ടും ഇല്ല. എത്ര ഭക്ഷണം കഴിക്കണം? ആരോ ചോദിച്ചു, എത്രയാണ് ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്? എന്താ ഉത്തരം? എപ്പോൾ വിശപ്പ് മാറുന്നോ അതുവരെ ഭക്ഷണം കഴിക്കുക എന്നതാണ്, അല്ലേ? അല്ലാതെ എത്ര പ്ലേറ്റ് കഴിക്കണം എന്നാണോ? നോ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പ്ലേറ്റ് കഴിച്ചാൽ വിശപ്പ് മാറുമെങ്കിൽ ഒരു പ്ലേറ്റ് മതി. ഒരു പ്ലേറ്റ് പോരാ, 2 പ്ലേറ്റ് വേണം. ചില ആൾക്കാർക്ക് കൂടുതൽ കഴിച്ചാൽ വിശപ്പ് മാറുള്ളൂ എങ്കിൽ അത്രയും ചെയ്യുക, അത് കഴിക്കുക എന്നുള്ളതാണ്. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കുക എന്നുള്ളതാണ്. വിശപ്പ് മാറുന്നത് വരെ എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതുപോലെ എത്ര തവണ പ്രാക്ടീസ് ചെയ്യും, എത്ര തവണ ഇത് പ്രാക്ടീസ് ചെയ്യണം? നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. റിസൾട്ട് ഉണ്ടാവുന്നത് വരെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, അല്ലെ? റിസൾട്ട് ഉണ്ടാവുന്നത് വരെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എത്ര തവണ ഈ ക്ലാസ്സുകൾ കേൾക്കണം? അവയർനെസ് ശക്തമാവുന്നത് വരെ ക്ലാസ്സുകൾ കേൾക്കണം. അതുകൊണ്ടാണ് യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഇതിന്റെ റെക്കോർഡ് കേൾക്കണം എന്ന് പറയും, അല്ലെ? ഒരുപാട് ആൾക്കാർ ആവർത്തിച്ച് ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, അല്ലെ? എന്താണ് കാരണം? ഒരു തവണ എന്താ ഇനി വീണ്ടും അത് തന്നെ കേൾക്കുമെന്ന് ചോദിക്കാറുണ്ട്. ഒരു വട്ടം കയറിയാൽ എന്ത് ചെയ്യും? കുറച്ച് ആ സമയത്തിനാവുമ്പോൾ പിന്നെ നമ്മളെ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്ത് പോകും. സാഹചര്യങ്ങൾ മാറുമ്പോൾ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്ത് പോകും. വീണ്ടും പഴയ പാറ്റേണുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഉള്ളിലോട്ട് ഇത്രയും കാലം പോയത് ഒരുപാട് നെഗറ്റീവ്സ് ആയതുകൊണ്ട് ചിലപ്പോ കുറച്ച് സമയമൊന്നും കൊടുത്താലും മാറ്റം വരൂല. ഇനി വന്നാൽ തന്നെ താൽക്കാലികമായ ആശ്വാസമാണ്, അതുകൊണ്ട് നിർത്തരുത്. നിങ്ങൾക്ക് നിർത്താൻ സമയമായിട്ടില്ല. ഇത്രയും കാലം നിങ്ങൾ കൊടുത്തത് എന്നെ കൊണ്ട് പറ്റില്ല, കഴിയില്ല, പറ്റില്ല, കഴിയില്ല എന്നാണെങ്കിൽ പറ്റും, കഴിയും, പറ്റും, കഴിയും, പറ്റും, കഴിയുമെന്ന് ആവർത്തിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് പെട്ടെന്നൊന്നും വരുത്താൻ പറ്റിയ ടെക്നീക്കൊന്നും ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ പറ്റൂല. ഇത് ആവർത്തിച്ച് ചില ആൾക്കാർക്ക് പെട്ടെന്നാണ്. നാളെ രാവിലെ എണീക്കുമ്പോൾ 1 കോടി ലോട്ടറി അടിക്കണം എന്ന് വിചാരിച്ച് എണീക്കുന്ന ആൾക്കാരാണ്. അല്ല, ഭൂരിപക്ഷ ആളുകളും അങ്ങനെയാണ്. മാറ്റം ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്തില്ല, വെയിറ്റ് ചെയ്യാൻ, ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ക്ഷമ എന്തിനു വേണ്ടിയിട്ടാണ്? ഉള്ളിൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നത് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്ഷമയാണ് വേണ്ടത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഉള്ളിൽ അത് മാറ്റം വരുന്നത് വരെ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റാണ്. അതാണ് പേഷ്യൻസ് മൈൻഡ് സെറ്റ്. ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്യാനും ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മൈൻഡ് സെറ്റ്, അതാണ് വിജയികളുടെ മൈൻഡ് സെറ്റ്. അല്ലാതെ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടണം, മറ്റന്നാൾ കിട്ടണം. ലോകത്ത് അങ്ങനെ ആരും വിജയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഷോർട്ട് കട്ടും സക്സസിനില്ല. വെറുതെ പറയാണ് ആൾക്കാർ, വെറുതെ പറയാണ്. നിങ്ങൾ ഇപ്പോൾ 7 മണിക്കൂർ കൊണ്ട് അതാകും, നിങ്ങൾക്ക് തൽക്കാലം എന്തെങ്കിലുമൊക്കെ കിട്ടും ചിലപ്പോ. പക്ഷെ പെർമനന്റ് ആയുള്ള, സ്ഥായിയായുള്ള
ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ ഈ അവബോധത്തിന്റെ ശക്തി കൊടുത്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. എന്താണ് അവബോധത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? ഇത്രയും കാലം ഞാൻ എൻ്റെ ഉള്ളിൽ കൊടുത്തതെല്ലാം എനിക്ക് ആവശ്യമില്ലാത്തതാണെന്നും അതുകൊണ്ട് ആ കൊടുത്ത മെമ്മറി അവിടെ കിടക്കുന്നുണ്ടെന്നും അത് അങ്ങനെ പെട്ടെന്ന് പോയിട്ടില്ല, അങ്ങനെ ചെറിയ പ്രാക്ടീസ് ഉണ്ടെന്നത് പോകില്ല, അത് അത്രയും പ്രാക്ടീസ് ചെയ്ത് ആഴത്തിൽ ഇറങ്ങി 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 ഞാൻ കംപ്ലീറ്റ് അത് ഒഴിവാക്കുന്നത് വരെ അത് എന്നെ ചെറുതായിട്ടെങ്കിലും ബാധിച്ചു കൊണ്ടിരിക്കും എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. അത് സത്യമാണ്. ഇടയ്ക്ക് ഡൗൺ ആവുന്നത് പഴയ മെമ്മറി ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആ ബോധത്തിലേക്ക് ഉയരുക, ഉള്ളോട്ട് ഇറങ്ങുക. ഇനിയും ക്ലിയർ ആവാനുണ്ട്, ക്ലിയർ ചെയ്തുകൊണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ക്ലാസ്. അതൊക്കെ ചോദിക്കുന്നത്, ഡെയിലി എന്തിനാ ക്ലാസ്? ഡെയിലി വേണം. ഡെയിലി എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് അല്ലെ? എന്തെങ്കിലും ഭക്ഷണം അല്ലെ? ഡെയിലി ഭക്ഷണം കഴിക്കുന്നത് പോലെ, ഡെയിലി നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷ് ആകുന്നത് പോലെ, ഡെയിലി നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കാൻ ഡെയിലി പ്രാക്ടീസ് നിർബന്ധമാണ്. നിങ്ങൾ ഒരാഴ്ചയോ ഒരു മാസമോ ഏതെങ്കിലും കോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കരുത്. മാറ്റം വരുന്നവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മൈൻഡ് സെറ്റ് അത്ര സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ആക്റ്റീവായിട്ട്. എന്നാൽ പോലും ആ കണക്ഷൻ വിടാതെ ആ പ്രാക്ടീസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ വേദനയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. വേദനയുടെ അടിസ്ഥാന കാരണം കുറ്റബോധമാണ്, സ്ട്രെസ് ആണ്. കുറ്റബോധം നമ്മുടെ ഉള്ളിൽ ആ വേദന നമ്മൾ തിന്നുന്നത് കൊണ്ടാണ് ആ പ്രശ്നം നമുക്ക് അനുഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ വിഷയം ഞാൻ മാറിപ്പോകുന്നില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും ഈ അടിസ്ഥാന കാരണം നമ്മൾ അനുഭവിക്കുന്ന മനസ്സംഘർഷം തന്നെയാണ്. ആ മനസ്സംഘർഷം തന്നെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എങ്ങനെ മാറ്റം കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ അല്ലെ? ആ മാറ്റം കൊണ്ടുവരുന്ന പ്രാക്ടീസുകളാണ് അല്ലെ? ബ്രീത്തിങ്, പ്രോബ്ലംസ് അതെ, നമ്മൾ ആദ്യം പ്രോബ്ലംസ് അല്ല പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് സ്ട്രെസ് ആയാൽ എന്തൊക്കെയാണ് ചെയ്യാറ്? നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? സ്ട്രെസ് ആകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? സ്ട്രെസ് ആകുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യാറുള്ളത്? പറയൂ. ആ, സ്ട്രെസ് ആകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? ആ, എന്തൊക്കെ ചെയ്യാറുള്ളത്? സ്ട്രെസ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല ആൾക്കാർക്കും അറിയില്ലല്ലേ? ഓക്കെ, സ്ട്രെസ് ആകുമ്പോ സാധാരണ ആളുകൾ എന്താ ചെയ്യാ? വാതിലടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കും അല്ലെ? ആരും കാണണ്ട, എനിക്ക് ആരെയും കാണണ്ട അല്ലേ? ആണല്ലോ, സൈലന്റ് ആയിരിക്കും അല്ലെ? കോമഡി വീഡിയോ കാണുന്ന ആൾക്ക് ഉറങ്ങും. സ്ട്രെസ് ആകുമ്പോൾ ഒരിക്കലും ഉറങ്ങരുത് എന്നാ ഞാൻ പറയാ അല്ലെ? അത് രക്ഷപ്പെടലാണ് അല്ലെ? ദേഷ്യം വരും, ഫുഡ് കഴിക്കില്ല. അമ്മയപ്പനോട് ദേഷ്യം ഉണ്ടായതുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ പോലെ മക്കള് ചിലപ്പോ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ പലപ്പോഴും പല ആളുകളുടെ സ്ട്രെസ് ഭക്ഷണം കഴിക്കാതെയും എന്താണ് അമിതമായിട്ട് ഉറങ്ങിയും അല്ലെങ്കിൽ എന്താണ് വാതിൽ അടച്ചിരുന്നുകൊണ്ട് വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടും പല രീതിയിലും എന്ത് ചെയ്യുന്നു. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, സ്ട്രെസ് ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, എവിടെയാണോ നമ്മളത് അവിടുന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാന്നാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു, എനിക്ക് സ്ട്രെസ് ആവുന്നു. എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മാറുക. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മാറുക. എവിടെയാണോ നിങ്ങൾ സ്ട്രെസ് അവിടെ ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എവിടെയാണോ നിങ്ങൾക്ക് സ്ട്രെസ് ആവുന്ന അവിടുന്ന് മാറുക. ആ ട്രിഗർ, ആ സ്ട്രെസ് ആവാൻ കാരണമായുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടാവാം. ആ സ്ട്രെസ്സിന് കാരണമായുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാവാം അല്ലെ? ഒരു വ്യക്തി, ഒരു കാരണം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അത് ചെയ്യണം, അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ആദ്യം എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് അവിടുന്ന് മാറുക. മറ്റ് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഒന്ന് എണീറ്റ് നടക്കുക. ആ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഇനി നടന്നോട്ടം പറയുകയാണെങ്കിൽ ഒന്ന് ഓടി നോക്കുക. ക്ലിയർ അല്ലേ? ഒന്ന് ഓടുക, ഒന്ന് നടക്കുക, പുറത്തിറങ്ങുക, ഔട്ടിങ്, ഒന്ന് പുറത്തിറങ്ങുക, അവിടുന്ന് മാറുക. ആംബിയൻസ് ചേഞ്ച് ചെയ്യുക അല്ലേ? ചിലക്കാർ പറയും എന്ത് വന്നാലും ഒരുപാട് തീറ്റ, ഒരുപാട് തിന്നു എന്നാണ് പറയുന്നത്. അത് ശരീരത്തിന് കേടാണെന്നാണ്. കാരണം സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ ഭക്ഷണം കൂടിക്കഴിഞ്ഞാൽ അത് ബോഡിയിൽ ടോക്സിൻസ് ഉണ്ടാക്കും. പേടിക്കൊന്നും വേണ്ട കേട്ടോ.
ഇടയ്ക്ക് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് എപ്പോഴും അത് ആവർത്തിക്കരുത്. അപ്പൊ നേരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ്. ആ സ്പോട്ടിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് മാറുക. ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? നിങ്ങൾ ബോധപൂർവം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക. അതുമായി ബന്ധമില്ലാത്ത, ഇപ്പൊ വീട്ടിലാണെങ്കിൽ അല്ല അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യാം, സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഇഷ്ടപ്പെട്ട ഒന്ന് കഴിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെ? എന്താണ് കുറച്ചും കൂടെ മൂവിങ് ആണെങ്കിൽ ഒന്ന് ഓടുകയോ ചാടുകയോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനോ ആക്ടിവിറ്റി ചെയ്യാനോ, എൻഡോർഫിൻ അവിടെ വർക്ക് ചെയ്യുന്ന ഹോർമോൺ എന്താ? എൻഡോർഫിൻ വർക്ക് ചെയ്യും. ഫിസിക്കൽ ആക്ടിവിറ്റി സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ക്ലിയർ അല്ലേ? പുസ്തക വായനയെക്കാളും ഞാൻ പറയുന്നത് പുസ്തക വായന പിന്നെ കൊണ്ടുവന്നാൽ മതി. ആദ്യം ഫിസിക്കലി നിങ്ങളൊന്ന് മൂവ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഫിസിക്കലി നിങ്ങളൊന്ന് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം എന്താണ്? എൻഡോർഫിൻ എന്നുള്ള ഹോർമോൺ മൂഡ് ചേഞ്ച് ഉണ്ടാക്കുന്നു. ഇംപ്രൂവ് യുവർ മൂഡ്. നിങ്ങളുടെ നെഗറ്റീവ് മൂഡിനെ പെട്ടെന്ന് പോസിറ്റീവ് അല്ലേ? നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന, ഓടുമ്പോൾ എന്താ സംഭവിക്കുക? ബോഡിയിൽ വല്ലാത്തൊരു സുഖം വരില്ല. ഒന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ സുഖം വരും. മിസ്സോണോ? ശരിയല്ലേ? ആ സുഖത്തിന് കാരണം എന്താണ്? നിങ്ങളുടെ ബോഡിയിൽ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെ, ബോധപൂർവ്വ മാറ്റം കൊണ്ടുവരുമ്പോൾ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇംപ്രൂവ് മൂഡ്. അതുകൊണ്ടാണ് രാവിലെ നടക്കുന്നതും ഓടുന്നതും അത്തരം പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. നിങ്ങൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. കുറെ ആൾക്കാർ ചെയ്യുന്നത് സ്ട്രെസ്ഡ് ആകുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവരുത്. നിങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്തുകൊണ്ട് ഫിസിക്കലി വളരെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് അങ്ങനെ തന്നെ കൊടുക്കുക. എന്തെങ്കിലും അത് ചെയ്യും. ഇറങ്ങി ഓട് പുറത്തോട്ട്. അല്ലെങ്കിൽ എന്താ, എന്തെങ്കിലും ആക്റ്റീവായിട്ട് വീട്ടിനകത്ത് ചെയ്യും. പുഷപ്പോ പുള്ളപ്പോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലികൾ കൂടുതൽ ഊർജ്ജസ്വലത അതുവരെ ചെയ്യാത്ത ഒരു പോസിറ്റീവായുള്ള എനർജി അങ്ങോട്ട് ബോധപൂർവം കൊടുത്തിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് ചെയ്യാം. അത് ഈവൻ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒന്നുകൂടെ ഉഷാറായിട്ട് ചായ ഉണ്ടാക്കുക, ഒന്നുകൂടെ ഉഷാറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഒന്നുകൂടെ ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യം ഒന്ന് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങളെ മൂഡ് ചേഞ്ച് ആകും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആക്ടിവിറ്റി ആണ് സ്ട്രെസ്സിനെ മറികടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. ഒറ്റയടിക്ക് കിട്ടോ, പൂർണ്ണമല്ല അത്. ക്ലിയർ അല്ലേ? പൂർണ്ണമല്ല, പക്ഷെ അത് പെട്ടെന്നുള്ള മാറ്റത്തിന് അതാണ് അല്ലെ? പിന്നെ കൂടെ തന്നെ മാറി എന്നുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അടുത്തൊരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസസ്. ഞാൻ പ്രാക്ടിക്കലി ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. റെഡിയല്ലേ? നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യുക. സ്ട്രെസ് ആകുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് ഒന്ന് മൂവ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ചെയ്യാം. രണ്ടാമത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ് ആണ്. എന്താ എക്സസൈസ്? ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക അല്ലേ? കണ്ണടച്ചുകൊണ്ട് ഒന്ന് ധ്യാനിക്കുക. കണ്ണടക്കാൻ പറ്റാത്തവർ കണ്ണ് തുറന്നും ചെയ്യാം അല്ലേ? ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. റിലാക്സ്. ഒന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 എത്രത്തോളം ഉള്ളോട്ട് എണ്ണാൻ പറ്റത്തോ ഡീപ്പായിട്ടാണ്. 1 2 3 4 5 6 7 8 9 10 11 12. കുറച്ചുകൂടി then breathe out. 1 2 3 4. Breathing. 1 2 3 4 5 6 7 8. കുറച്ച് ഹോൾഡ് ചെയ്യുക. Breathe out. 1 2 3 4 5. ഈ വയറിലേക്ക് മാക്സിമം ബ്രീത്. വയറ് മാക്സിമം നിറയട്ടെ, ബലൂൺ പോലെ. ബ്രീതിങ് മാക്സിമം വയറുണ്ട്. വയറുകളിൽ കൈ വെക്കണം. നിറഞ്ഞതായിട്ട് വയറിൽ കൈ വെക്കണം. അബ്ഡോമിനൽ ബ്രീതിങ്. വയറ് ഇനി നിറയാൻ ബാക്കിയൊന്നും ഉണ്ടാകും. അത്രയും നിറയട്ടെ, ഫുള്ളാവട്ടെ. ബ്രീത്ത് അങ്ങോട്ട് പറയും വയറ് അമർത്തി പിടിക്കട്ടോ. വയറ് ചെറുതാവട്ടെ. കൈകൊണ്ട് താഴ്ത്തിക്കോളും. കൈകൊണ്ട് താഴ്ത്തിക്കോളും. ബ്രീതിങ് വയറൊന്നുകൂടെ നിറയ്ക്കും.
വയറ് നിറയെ നീ നിറയെ നോക്കിയൊന്നുണ്ടായി പൊട്ടണം, ആ രീതിയിൽ ബലൂൺ പൊട്ടുന്ന പോലെ അങ്ങനെ നിറയട്ടെ. Then breathe out, വയറ് ചെറുതാവട്ടെ ചെറുതാവട്ടെ ചെറുതാവട്ടെ. Breathe out. Breathe in. 1, 2, 3, 4, 5. Breathe out, വയറ് ചെറുതാവട്ടെ. Relax. Abdominal breathing. വയറ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇതേപോലെ ബ്രീത്തിങ് ചെയ്യാൻ പറ്റും. അബ്ഡോമിനൽ ബ്രീത്ത്. ക്ലിയർ അല്ലേ? കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണുക. സസ് കുറക്കാൻ പറ്റിയല്ലേ, എണ്ണിക്കൊണ്ട് ചെയ്യാം. പിന്നെ അതുപോലെ പ്രാണായാമം കേട്ടിട്ടുണ്ടോ? പ്രാണായാമം കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടു. ശ്രദ്ധിക്കുക, ഇതൊക്കെ വളരെ റിസൾട്ട് കിട്ടുന്ന ടെക്നിക്കാട്ടോ. അതൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ. അതായത് നോസ്ട്രിൽ, ഒരു നോസ്ട്രിൽ ഇങ്ങനെ ഈ ഭാഗം തുറന്നിട്ട് ഇടത് അകത്തോട്ട് ശ്വാസം എടുക്കുക. ഇതിലൂടെ ശ്വാസം എടുക്കുക. മാക്സിമം അകത്തോട്ട് ശ്വാസം ഫുള്ളാവട്ടെ. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോസ്ട്രിൽ അത് വിടാം. ഓക്കെ, ദെൻ ഈ വിരൽ വീശ കണ്ടല്ലേ, ഇതിലൂടെ ശ്വാസം എടുക്കുക. ഫുള്ളാവട്ടെ. ഇതോടെ ക്ലോസ് ചെയ്യുക. വായിലൂടെ അല്ല, മൂക്കിലൂടെ തന്നെ കേട്ടോ, വായിലൂടെ അല്ല. യെസ്, ഒന്നുകൂടെ എടുക്കാം. മാക്സിമം അകത്തോട്ട് ഫുൾ ആവട്ടെ. കുറച്ച് ഹോൾഡ് ചെയ്യാതെ ഇങ്ങനെ പിടിക്കുക. ഓപ്പോസിറ്റ് ഇടുക. ഡീപ്. നെക്സ്റ്റ് ഫുൾ ആവട്ടെ. അഗെയിൻ അകത്തോട്ട് ഫുള്ളായിട്ട്. ഓപ്പോസിറ്റ് റിലീസ്. പതുക്കെ റിലീസ് ചെയ്യണം. റിലാക്സ് ചെയ്യാറുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പ്രാണായാമം ഞാൻ ചെയ്യാറുണ്ട്, ചെയ്യുന്ന ആൾക്കാരോട്. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് പ്രാണായാമം. ഒരു 10 തവണ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലെ ഒരുവിധം മസ്സസ് ഒക്കെ പുറത്തു പോകും. അത്രയും നല്ല റിസൾട്ട് ഉള്ള പ്രാക്ടീസാണ് പ്രാണായാമം. ഇത് യോഗയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കാറുള്ള കാര്യങ്ങൾ. യെസ്. അപ്പം ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് നമ്മുടേതാ ഒരുപാടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട്. നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയുള്ളത് ഒന്ന് തിരഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും ഒരുപോലെ ആവില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് എന്താണ് അത് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അല്ല ഞാൻ പറഞ്ഞു ചെയ്യാന്നതാണ്. പ്രാണായാമം പൊതുവെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ. എല്ലാവർക്കും വളരെ പവർഫുൾ ആണ്. അപ്പൊ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഫിസിക്കൽ ആക്ടിവിറ്റി പറഞ്ഞു, അത് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. അതേപോലെ മൈൻഡ്ഫുൾനെസ്. എന്താ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും പൂർണ്ണമായും അതിൽ മനസ്സർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ? ഇപ്പൊ നിങ്ങൾ രാവിലെ ചായ ഉണ്ടാക്കുന്നു. കൂടുതലും സ്ത്രീകളായതുകൊണ്ട് എക്സാമ്പിൾ അപ്പോഴും പറയില്ല അല്ലെ, ചായയുടെ കാര്യം. ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചായ ഉണ്ടാക്കുന്നു അല്ലെ? പുരുഷന്മാരായാലും ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും എങ്ങനെ? അപ്പൊ ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താ സാർ അങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ വളരെ ഈസി അല്ലേ? അങ്ങനെയല്ല. അപ്പൊ ചായ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യം നമ്മൾ ചിന്തിക്കുകയാണ് കേട്ടോ. ചായ ഉണ്ടാക്കണം എന്തൊക്കെ വേണം? എന്തൊക്കെ വേണം?
പണ്ടിന്റെ മോൻ പറഞ്ഞ് ആദ്യം ഒരു പാത്രം എടുക്കണം, എന്നിട്ട് അതിൽ ചായപ്പൊടി ഇടണം, എന്നിട്ട് പഞ്ചസാര ഇടണം, എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കണം. നല്ല കഥയായില്ലേ? അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അതിന് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഗ്യാസ് ഉണ്ടോന്ന് ഉറപ്പുവരുത്തണം, അല്ലേ? ലൈറ്റർ അടുത്ത് വേണം, പിന്നെ അതിൽ പാത്രം വേണം. അപ്പൊ പാത്രമൊക്കെ എടുത്ത് വെള്ളമൊക്കെ അതിലെടുത്ത് എത്ര ഗ്ലാസ് ആണ് ഉണ്ടാക്കുന്നത് നോക്കി ഇവിടെ എന്ത് ചെയ്തോ, അതില് വെള്ളമൊക്കെ എടുത്ത് ആ വെള്ളം എടുക്കുമ്പോ പൈപ്പ് ആ പാത്രം എടുക്കുന്നത്, ആ ഒരു ചായ ഉണ്ടാക്കുന്ന പാത്രം എടുക്കുന്നത് അതൊക്കെ ഫീൽ ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്ത് എന്താല്ലേ ചായ ഉണ്ടാക്കുന്ന എന്ത് രസമല്ലേ പാത്രം, വാ അടിപൊളി അല്ലേ? ഞാനൊന്നും ചായ ഉണ്ടാക്കണ പാത്രം എന്തൊരു അടിപൊളി അല്ലേ? അത് എടുത്തിട്ട് ഇടയിൽ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ തുറക്കുന്നത് ഫീൽ ചെയ്തപ്പോ ഒന്ന് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യട്ടെ മൈൻഡ്ഫുൾനെസ് ഒന്ന് ഫീൽ ചെയ്തു. പൈപ്പ് തുറക്കും എല്ലാവരും, നല്ല രസമാണത് മൈൻഡ്ഫുൾനെസ്. എല്ലാവരും ഒന്ന് വിഷ്വൽ ചെയ്ത് തുറന്നോ, പൈപ്പ് തുറന്നോ, എല്ലാവരും ഒന്ന് കണ്ണടിച്ചത് വിഷ്വൽ. പൈപ്പ് തുറന്നു അല്ലേ? വെള്ളം എടുത്തോ? വെള്ളം എടുത്തു അല്ലേ? എത്ര ഗ്ലാസ് ഉണ്ടാക്കുന്നത് തീരുമാനിച്ചു? എത്ര ആളുടെ വീട്ടില്? എത്ര ആളുണ്ട്? ഓക്കെ, നിറഞ്ഞല്ലേ? പൈപ്പ് ക്ലോസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? അത് അവിടെ സൈഡിൽ വെച്ചു. ഗ്യാസ് ഓൺ ആക്കണ്ടേ? ലൈറ്റർ എടുത്തോ? ലൈറ്റർ എടുത്തോ? എടുത്തു അല്ലേ? കത്തിച്ചോ? കത്തിച്ചു അല്ലേ? ഫുള്ളിലല്ലേ? കുറച്ച് സിം ഒക്കെ അല്ലെ? ഓവറായിട്ട് വേണ്ടല്ലോ. എന്നിട്ട് അതിമ വെച്ചോ? വെച്ചു അല്ലേ? അപ്പൊ അടിയിൽ ഇങ്ങനെ പതിയെ ചെറിയ നിരകൾ ഇങ്ങനെ വരുന്നില്ല? കണ്ടോ, തിളച്ച് വരും ചെറിയ നിരകൾ. നിരകൾ വലുതായി വാ അടിപൊളി അല്ലേ? വലുതായി ഇങ്ങനെ ഒന്ന് തിളച്ചിങ്ങനെ വരുന്നു അല്ലേ? തിളച്ചു വരുന്നില്ലേ? തിളച്ചിങ്ങനെ വരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി ചായപ്പൊടി എവിടെയാ ഉള്ളത്? എവിടെ വെച്ചത്? നിങ്ങൾ സ്ഥിരം എവിടെ വെക്കലെന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ എവിടെ വെക്കലെന്ന്. നിങ്ങളെ ഷെൽഫ് എവിടെ? ആ ഷെൽഫ് കാണും, അതിന്റെ കളർ, അതിന്റെ പിടി കാണും. പിടിയൊന്നും ഇല്ലല്ലേ? പിടി ഉള്ളതാണെങ്കിൽ ഇല്ലാത്തതാണ് എന്താന്ന് നോക്കട്ടാ. ഇവിടെ എന്ത് ചെയ്യാ? എടുത്തിട്ട് ആ പാത്രം എത്രയാണ് അതിന് ഉള്ളിൽ പുറത്തേക്ക് കാണുന്ന, ട്രാൻസ്പെറന്റ് ആവോ കാണാത്തതാണോ? അതിന്റെ എങ്ങനെയാണ്? റൗണ്ടാ? ഷേപ്പ് എങ്ങനെയാണ്? സൈസ് എങ്ങനെയാണ്? നോക്കൂ. കണ്ടില്ലേ? അത് തുറന്നു തിരിച്ചോ? തുറന്നു നോക്കി. വാവ്. ഓക്കെ, തുറന്നപ്പോ അതിൽ ഫുള്ളുണ്ടോ? അത് അതോ കുറച്ചുള്ളൂ? അയ്യോ, ഇന്നലെ മറന്നൂല്ലേ, ആ ചായപ്പൊടി തീർന്ന ഞാൻ പറയാൻ മറന്നു. അത് സാറില്ല, അതിൽ ഇന്ന് ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടല്ലേ? ശരി. സ്പൂൺ എടുത്തോ? സ്പൂൺ അതിലുണ്ടോ? അയ്യോ, ആ സ്പൂൺ അതിലില്ല, അത് ഇന്നലെ ഇടാൻ മറന്നു. അപ്പുറത്തുണ്ടാ? അപ്പുറത്തെ സ്പൂൺ എടുത്തോളൂ. എടുത്തില്ലേ? എടുത്തു. അല്പം എടുത്തു. കേട്ടോ, അതിലേക്കുള്ള ചായപ്പൊടി എടുത്തില്ലേ? എത്ര വേണം തീരുമാനിച്ചില്ലേ? കേട്ടോ? ഇട്ടില്ല, ഇടാനായില്ല, കാരണം തിളച്ചോന്ന് ഉറപ്പ് വരുത്തണ്ടേ. തിളച്ചാ അടിപൊളി അല്ലേ? വെട്ടി തിളക്കുക, വാവ് അടിപൊളി. വെട്ടി തിളക്കുമ്പോ ഇട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് എന്ത് ചെയ്യും? അതിലെങ്ങണ്ട് ചായപ്പൊടി ഇല്ലേ? ഇളക്കിയില്ലേ? ഇളക്കും. കമോൺ. എന്താണ് ചായ ഉണ്ടാക്കി? എന്താ അടിപൊളി. മതിയോ? പോരാ? നല്ലൊരു പാൽ ചായ അല്ലേ? എന്താ വേണ്ടേ? അല്ലേ നാസർക്ക? പാൽ ചായ വേണ്ടത്? നല്ല പാലില്ലേ? തിളപ്പിച്ച പാൽ അപ്പുറത്തുണ്ട് അല്ലേ? അടിപൊളി. പാൽ വയ്ക്കൂ. എന്താല്ലേ, പാലിങ്ങനെ വെട്ടി തിളക്കാം. അടിപൊളി, സൂപ്പർ. പഞ്ചസാരയുടെ ഷുഗറുടെ വെച്ചത്? ഷുഗർ എടുക്കൂ. അടിപൊളി. ഷുഗർ എടുത്തു. ഇളക്കുക. എന്താ ഷുഗർ ഇങ്ങനെ ഇളക്കൂ. എന്താല്ലേ, ചായ ഇതാ റെഡിയാൻ പോകുന്നു. അടിപൊളി. ഒന്ന് സ്മെല് ചെയ്ത് നോക്കൂ. മോർണിംഗ് ടീ ഈസ് റെഡി. അടിപൊളി. നല്ല അടിപൊളി ഗ്ലാസ് എടുക്കും. അടിപൊളി ഗ്ലാസ് എടുക്കും. ഏലക്കട മറന്ന്. ശരിയാണല്ലേ, ഏലക്കായി. അടുക്കടുക്കടുക്ക് ഏലണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏലണ്ടി അടിപൊളി. എടുക്കും. ഒരു ഏലക്കായെ കുറിച്ച് എന്താണ്? ഒന്ന് ചതച്ചിട്ട്. എവിടെയാണ് ചതക്കല്? പഴയ കാലത്ത് അമ്മിയൊക്കെ ഉണ്ട്, ഇപ്പൊ അമ്മിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചതക്കാനിപ്പോ ഞാൻ തരാം, എന്താ സാധനം കിട്ടാൻ നോക്കാണ്. ഓക്കെ, മിക്സിയിൽ എടുക്കാൻ കുഴപ്പമില്ല. അപ്പൊ ചെറുതായിട്ട് കത്തിന്റെ ചുണ്ടുകൊണ്ട് 2 മേട്ടം കൊടുക്കല്ലേ? ഓക്കെ, എന്നിട്ട് നേരിട്ടിട്ട് തിളപ്പിച്ച് അടിപൊളി. ഇളക്കിയിട്ട് അടിപൊളി അല്ലെ? നല്ല ഗ്ലാസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്ലാസ് എടുക്കും. ഞാൻ നാളെ സ്ഥലത്ത് പോയപ്പോ ജ്യൂസിന്റെ ഗ്ലാസ്സിലാ ചായ പാരുന്നത്. 4 ആൾക്ക് കുടിച്ചോണ്ട് ഒരു ചായ അല്ലെ? നിങ്ങളെ ഗ്ലാസിന്റെ വലിപ്പം എത്രയാണ്?
ചെറുതാണോ വലുതാണോ? ചില ഹോട്ടലിൽ വളരെ ചെറുതാലേ, വീട്ടിലത്തെ ഒരു മീഡിയം എങ്ങനെയുണ്ടോ സൈസ് കണ്ടോ? ഓക്കെ, യെസ്, അടിപൊളി അല്ലേ? ആ അപ്പൊ അതൊക്കെ ഇങ്ങനെ മെല്ലെ ഒഴിച്ചോ? ആ ഒഴിച്ച് കമാണ് ഒഴിച്ചില്ലേ? ആ വാവ്, എന്താണ് ചായ! ആ ചായ ഞങ്ങോട്ട് കൊണ്ടുപോവാ. അവിടുന്ന് കുടിക്കരുത്, തിരക്ക് എല്ലാവർക്കും ഉണ്ട് ചായ. പതിയെ നിങ്ങൾ എവിടുന്നാ കുടിക്കാം? ആ സീറ്റ് എവിടെയുള്ളത്? പതിയെ അങ്ങോട്ട് നീങ്ങൂ. ആ നീങ്ങില്ലേ? അടിപൊളി, നീങ്ങി അങ്ങനെ അവിടെ പോയിട്ട് ഇരിക്കും. ആ എന്നിട്ട് ആരൊക്കെയുള്ള വിളിച്ച് മക്കളെയൊക്കെ പേരെ വിട്ടു, മാളുവോ പാത്തോ എല്ലാരും വിളിച്ചുകൂടി? എല്ലാരും വിളിച്ചില്ലേ? ആ വിളിച്ച് എല്ലാരും അടുത്തിരുന്ന്, കുഞ്ഞാളും ഒക്കെ വിളിച്ച് എല്ലാരും അടുത്തിരുന്ന്. കടി എന്തല്ലേ? ഇന്ന് കടിയൊന്നുമില്ലേ? കടല മിച്ചറുണ്ട്. ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളത് പറയാം. കടല മിച്ചർ കൊണ്ടുവന്ന അടിപൊളി. അത് കൊണ്ടുവന്ന് എടുത്ത് വെച്ചിട്ട് എന്താ അല്ലേ രാവിലെ തന്നെ അടിപൊളി. അതിൽ പതിയെ ആ ഗ്ലാസ് ഇങ്ങനെ മെല്ലെ വായിലേക്ക് എടുക്കണേ, കുടുക്കി എല്ലാം ചൂടുണ്ട്. ഒറ്റടേക്ക് നാവ് പൊള്ളു ആയില്ല, നാവ് പൊള്ളരുന്നിട്ടാ. ഒന്ന് ചൂടാറട്ടെ, തിരക്കൂട്ടല്ലേ, വേജാറൂട്ടല്ലേ, എല്ലാവർക്കും ഉണ്ട് വേജാറുട്ടില്ല. ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് പതിയെ ഒന്ന് ചൂടൊക്കെ ആറിയിട്ട് പതിയെ ആദ്യത്തെ സിപ്പ് ഒന്ന് കുടിക്കും. ആദ്യത്തെ സിപ്പ് അടിപൊളി. എന്താ ടേസ്റ്റ് അല്ലേ? അടിപൊളി. എന്ത് ചെയ്യാ, മിക്സർ ഒന്ന് എടുക്കിട്ട് ഒന്ന് മിക്സ് അല്ലെ, ഇടയ്ക്കൊന്ന് മിക്സർ വായാലിട്ട് വാവ്, അടിപൊളി അല്ലേ? ചായ കുടിച്ചോളൂ. കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ അല്ലേ? കുടിച്ചോളൂ. കുടിച്ചോ? കുറച്ച് സമയം എടുത്തൊന്ന് കണ്ണടച്ച് ആ ചായ ഒന്ന് കുടിക്കി, കുറച്ച് സമയം എടുക്കി. ഇത് ആൾക്കാര് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് വളരെ ഇൻട്രസ്റ്റിംഗ്. കുറച്ച് സമയം എടുത്ത ചായ ഒന്ന് കുടിച്ച് തീർക്കി. തീർക്കരുത്, പെട്ടെന്ന് തീർക്കുക. അപ്പൊ രസമല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ സിപ്പ് അല്ലെ, സിപ്പപ്പ് എന്ന് പറഞ്ഞ പോലെ അല്ലെ, നമ്മള് സിപ്പപ്പ് അയക്കും പോലെ പതിയെ അല്ലെ, കുറേശ്ശെ ഒറ്റടിക്ക് കഴിച്ച രസമല്ലേ അല്ലെ? ഇങ്ങനെ പതിയെ അങ്ങനെ അവസാനത്തെ ആ തുള്ളിയും ഇങ്ങോട്ട് കുടിച്ചറി ഒരു ഫീലിംഗ്. വാവ്, കുടിച്ചോ? ചാടിച്ചോ? ആരോ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ബിരിയാണി തന്നെ ഉണ്ടാക്കാമായിരുന്നു. കമന്റ് വരുന്നുണ്ട്. എന്തായാലും കുറച്ചേരം ഇരിക്കല്ലേ, മുതലാവണ്ടേ? അതെ, ഇതാണ്. ഇങ്ങനെ ചായ ഞാൻ കുടിച്ചു നോക്കിയിട്ടുണ്ടോ? സൂപ്പർ ചായ, അടിപൊളി. ഇങ്ങനെ ചായ കുടിച്ചോ നിങ്ങള്? ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഭയങ്കര രസമേ. നിങ്ങള് രാവിലെ തന്നെ എണീറ്റിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ എനർജി ലെവൽ ഇങ്ങോട്ട് മാറും. കാരണം ദാറ്റ് ഈസ് എ പവർ ഓഫ് മൈൻഡ്ഫുൾനെസ്. നമ്മൾക്ക് ബോധമല്ല, ചായയാണോ ഉണ്ടാക്കുന്നത്, ചോറാണോ ഉണ്ടാക്കുന്നത്, കറിയാണോ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ അടുക്കളയിൽ രാവിലെ കുട്ടികളെ പറഞ്ഞേക്കുന്നത് ബദറാണെന്നാ പറയാം നമ്മുടെ നാട്ടിലല്ലേ. എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത്. അന്നത്തെ ദിവസം മുഴുവൻ ടെൻഷനാണ്. അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട്, അവിടെ വലിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട്. രണ്ടാളെ പറഞ്ഞേക്കാൻ സ്കൂൾക്കുണ്ടെങ്കിൽ കണക്കായി അല്ലേ? എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അത് എന്ത് ചെയ്യും, ഒന്ന് കൂൾ ഡൗൺ ചെയ്ത്, ഒന്ന് കാം ഡൗൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യത്തിലും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ അല്ലേ? എല്ലാ കാര്യം ഭയങ്കര രസമായിരുന്നു. ലൈഫ് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ശരിക്കും ചായ കുടിച്ചൊരു ഫീൽ ഉണ്ട് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ചായ നമ്മള് കുടിച്ചിട്ടില്ല. ഇന്ന് കുടിക്കാത്തവർക്ക് ഇനി കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടാവും. കാരണം ഒരു കുടിച്ച സുഖം ഫീൽ ചെയ്യുന്നത് പറഞ്ഞ ശരിയല്ലേ? ഒരു കുടിച്ച സുഖം ഫീൽ ചെയ്യുന്നുണ്ടാകും. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ലൈഫിൽ ഓരോ നിമിഷവും ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഓരോ നിമിഷവും ഇങ്ങനെ എന്ത് ചെയ്യണം, നമ്മളെ ലൈഫ് കൊണ്ടുവരണം. ഇതാണ് മൈൻഡ്ഫുൾ ടീം മേക്കിംഗ് ആണ് നമ്മൾ ചെയ്തത്. ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സ്വർണം, ഇതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന്. അതായത് പൂർണ്ണമായി മനസ്സ് അത് എൻജോയ് ചെയ്ത് ഓരോ നിമിഷവും അത് അറിഞ്ഞ് ആസ്വദിച്ച് ഓരോ നിമിഷവും ജീവിക്കാൻ പറ്റും. ഏത് ജോലിയും ഇങ്ങനെ ചെയ്യാം. ജോലിയെ കുറ്റം പറയുന്ന ആൾക്കാർ ഇത് അറിയാത്തത് കൊണ്ടാണ്. ഇത് അറിഞ്ഞാണ്ടല്ലോ
ഏത് ജോലിയോ, അത് ക്ലീനിങ് ജോലി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിയല്ല, അതിന്റെ മൈൻഡ്ഫുൾനെസ് ആണ് ആ ജോലിയെ മനോഹരമാക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? സോ ഇത് തന്നെയാണ് മെഡിറ്റേഷൻ അല്ലെ? മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്താണ്? മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്താണ്? ഇതേപോലെ ആ പ്രസന്റ് മൊമെന്റിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും. അവിടെ കണ്ണടച്ചുകൊണ്ട് മൈൻഡ്ഫുൾനെസ്സിൽ കണ്ണ് തുറന്നാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ കണ്ണ് തുറന്ന് ചെയ്യുന്നത് വിഷ്വൽ ചെയ്താ ചെയ്തട്ടോ. മൈൻഡ്ഫുൾനെസ് ഇങ്ങനെ കണ്ണടച്ച് ചായ ഉണ്ടാക്കലല്ല കേട്ടോ, ശരിക്കും ഉണ്ടാക്കല അല്ലേ? ഇത് വിഷ്വലൈസേഷനാ ചെയ്തത്. നിങ്ങൾ നേരെ പോയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പ്രാക്ടീസാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ചായ ഉണ്ടാക്കാൻ വിട്ട് കഴിഞ്ഞാല് ഇവിടെ ഗ്ലാസ്സിൽ എണ്ണം കുറയും. അതുകൊണ്ടാണ് ഞാൻ വിടാത്തത്. ക്ലിയർ അല്ലേ? അല്ലെ? അപ്പൊ ഇതേപോലെ പോയിട്ട് എന്ത് ചെയ്യാ, ചായ ഉണ്ടാക്കിയിട്ട് ആ ഉച്ചക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. വാവ്, അടിപൊളി. ഇനിയിപ്പോ എന്ത് കൊതിയാവുമല്ലോ ആകെ അല്ലേ? യെസ്. ഉച്ചക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കും പോയിട്ട് ഇതേപോലെ. ആ ബിരിയാണിയുടെ ടേസ്റ്റ് ഉറപ്പാ. എന്തുകൊണ്ടാരോ, ശരി എന്താ പറ്റിയ, ഞാന് ബിരിയാണിക്ക് ഇടണ്ടൊക്കെ ഇട്ടണല്ലോ, എല്ലാ മരുന്നും ഒക്കെ റെഡിയാണ്, പക്ഷെ ബിരിയാണി ടേസ്റ്റ് ഇല്ല. 5 പൈസക്കില്ല, വായി വെക്കാൻ പോയി ഇടണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ എന്താ കാരണം? മനസ്സിലായോ? ബിരിയാണിക്ക് ഇടേണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം ഇട്ടിട്ടില്ല. അതിന്റെ പേരാണ് മൈൻഡ് ഇട്ടിട്ടില്ല. എല്ലാം ഇട്ടാലും മനസ്സിട്ടില്ലെങ്കിൽ ആ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവൂലെന്നേ. സത്യല്ലേ? നിങ്ങൾ പറഞ്ഞു നോക്കി. എല്ലാം ഇട്ടുണ്ടാവും, പക്ഷെ മനസ്സ് അതിലില്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവൂല. അതായത് സത്യം. ഇനി നിങ്ങൾക്ക് ചേരുവ കുറവാണെങ്കിൽ, ചിലപ്പം ഏലക്കായും മരുന്നൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ സാധനം ഉണ്ടാകും, ഇവിടെ ഒപ്പിച്ചുണ്ടാക്കിക്കൊണ്ട്, മനസ്സറിഞ്ഞുകൂടെ ഒപ്പിച്ചുണ്ടാക്കിക്കൊണ്ട് ആ ഒപ്പിച്ച ബിരിയാണിക്ക് ഫുള്ളുള്ള ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഉറപ്പാണ്. നിങ്ങൾ നോക്കോളൂ ടേസ്റ്റ്. കാരണം അവിടെ മനസ്സുണ്ടാകുമ്പോ ഇല്ലാത്ത പുതിയൊരു ടേസ്റ്റ് അതിലുണ്ടാകും. ചേരുവ കുറവാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാകും. അതാണ് മൈൻഡ്ഫുൾനെസ്. ക്ലിയർ അല്ലേ പറയുന്നത്? ഇതാണ് ഇതിന്റെ സത്യം. പല ആളുകൾക്കും അറിയാത്തൊരു സത്യമാണത്. ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഓക്കെ? അപ്പൊ മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ഇപ്പൊ നമ്മൾ കണ്ണടച്ച് ചെയ്തല്ലോ, അതാണ് മെഡിറ്റേഷൻ. എന്താണ് നമുക്ക് വേണ്ടത് അത് ഫോക്കസ് ചെയ്യാം. മെഡിറ്റേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ടത് ഫോക്കസ് ചെയ്യാം അല്ലെ? നിങ്ങൾ ഗോള് കൊണ്ടുവരാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് കൊണ്ടുവരാം. ഇനി ഒന്നും കൊണ്ടുവരണ്ട, മനസ്സിനെ ബ്ലാങ്ക് ആക്കിയിടാം. ഏറ്റവും നല്ല എക്സസൈസ് മനസ്സിനെ ബ്ലാങ്ക് ആക്കിയിടലാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയാണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ചിലർക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. ഗൈഡഡ് മെഡിറ്റേഷൻ എന്താ? റെക്കോർഡ് കേട്ടിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ. ഇപ്പൊ രാവിലെ 6 മണിക്ക് നമ്മൾ മെഡിറ്റേഷൻ പോസ് ചെയ്ത ആളുകൾക്കുണ്ട്. അത് ഗൈഡഡ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. എന്താ ഗൈഡഡ്? ഞാനിങ്ങനെ പറയുന്നു, എന്റെ കൂടെ ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് ഗൈഡഡ് ആണ്. എപ്പോഴും ഗൈഡഡ് മെഡിറ്റേഷൻ പ്രതീക്ഷിക്കരുത്. ഇത് സെൽഫായിട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ചില ആൾക്കാർക്ക് ഗൈഡഡ് വേണം, അത് ശരിയാണ്, കാരണം ഒന്ന് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ഗൈഡഡ് ചെയ്യാൻ പറ്റാത്ത വേറെ ആളും ഇല്ലാത്ത സമയത്ത് സ്വയം ഇങ്ങനെ എന്ത് ചെയ്യണം? സ്വയം ഇങ്ങനെ നമുക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? സ്വയം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്, സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ സിമ്പിളാ, ഒരുപാട് എന്താണ് നിയമങ്ങളൊന്നുമില്ല. ചിലക്കാരോട് മെഡിറ്റേഷൻ എങ്ങനെ ഇരിക്കേണ്ടത്, കാല് തറയിലാണോ ഭൂമിയിലാണോ ആകാശത്താണോ വെക്കേണ്ടതൊക്കെ ചോദിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. താഴെ എന്ത് ചെയ്യാ, തറയിൽ പതിച്ച് സിമ്പിളായിട്ട് ചെയറിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സുഖകരമായ രീതിയിൽ ഇരുന്നിട്ട് മനസ്സെന്ത് ചെയ്യാ, ശാന്തമാക്കിയിട്ട്. കണ്ണടയ്ക്കണം എന്ന് നിർബന്ധം പോലും മെഡിറ്റേഷനിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം മെഡിറ്റേഷന്റെ പ്രത്യേകത പൂർണ്ണമായും ഈ നിമിഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. മഹാന്മാരെപ്പോഴും മെഡിറ്റേഷനിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാന്മാരെപ്പോഴും മെഡിറ്റേഷനിൽ പറഞ്ഞാൽ അവര് കണ്ണ് തുറന്ന അവസ്ഥയിൽ പോലും എപ്പോഴും അവർ 100% ഈ നിമിഷത്തിലാണ്. അത് മെഡിറ്റേഷനാണ്, മൈൻഡ്ഫുൾ ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ ആവൂല. സാധാരണക്കാരെപ്പോഴും മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഒരു 10, 15, 20 മിനിറ്റ് മിനിമം നമ്മൾ മെഡിറ്റേഷനിലേക്ക് മാറ്റി വെക്കണമെന്നാണ്. ക്ലിയർ അല്ലേ?
കണ്ണടച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെ? മനസ്സ് എംപ്റ്റി ആക്കുക, മൈൻഡിനെ ബ്ലാങ്ക് ആക്കുക എന്നുള്ളതാണ്. ഒന്നും ഉണ്ടാവാം, ഒന്നും. അപ്പൊ ബ്ലാങ്ക് ആക്കുമ്പോ എന്താ സംഭവിക്കുക? ഉള്ളിൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പുറത്തു വരാൻ തുടങ്ങുന്നത്. നമ്മൾ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് പുറത്തു വരുന്നതാണ്. അതാണ് മെഡിറ്റേഷന്റെ പ്രത്യേകത. നമ്മളെ സോള് തേടുന്നത്, നമ്മളെ സോള് അത് തേടിക്കൊണ്ട്, നമുക്ക് വേണ്ടത് നമ്മൾ ആത്മാവ് തേടിക്കൊണ്ടിരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ ആത്മാവ് തേടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഹെൽപ്പ് ചെയ്താൽ മതി. എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കിയാൽ മതി. കുറേ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ കുറെ കേട്ടത് പോസിറ്റീവ് കുറേ ചിന്തിക്കണം. ഒരുപാട് പോസിറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നമ്മുടെ സോളിന് അറിയാം നമ്മൾക്ക് എന്താ വേണ്ടത്. ആ സോൾ അത് തെരഞ്ഞു കണ്ടെത്തുന്നുള്ളത്. പക്ഷെ അത് നമുക്കത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ കൊടുത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാം. നമ്മളാണ് ബ്ലോക്ക് ചെയ്യണത്. ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ കൊടുത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചിന്തകളെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും, അല്ലെ? അതാണ് റെഡ്യൂസ് തോട്ട്സ് എന്ന് പറയും. എന്റെ ഗുരു എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചൊരു പാഠതാണ്. നീ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്, സംശയങ്ങൾ. ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാണ് അമിത ചിന്തയിൽ നിന്ന് വരുന്നത്. ഈ സംശയങ്ങൾ കൂടിയ ആൾക്കാർക്ക് റിസൾട്ട് കുറയാൻ കാരണം എന്താണ്? അങ്ങനെ എപ്പോഴും ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ ഇങ്ങനെ. അപ്പൊ നീ അവിടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. മനസ്സിനെങ്ങനെ ശാന്തം? ഇരുന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഒന്നുകിൽ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു മിനിറ്റ്. ഇരുന്ന് എല്ലാവരും ഇരിക്കുകയാണല്ലോ. കണ്ണടച്ചുകൊണ്ട് ശ്വാസം എടുക്കുന്നത് ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ. ശ്വാസം എടുക്കുന്നത് ശ്രദ്ധിക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ശ്വാസത്തിലേക്ക്. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. കേട്ടോ? ഇപ്പൊ നമ്മൾ 3 കണ്ടു തുറന്നു 3 തവണ ബ്രീത്തിങ് ഫോക്കസ് ചെയ്തു. അപ്പൊ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു. എന്താ സംഭവിക്കുന്നത്? മറ്റു ചിന്തകൾ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകും, അല്ലെ? ക്ലിയർലി? നമ്മൾ ഫോക്കസ് എവിടെയാണോ അവിടെ എനർജി കൂടും. ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് നമ്മളുള്ളിൽ നല്ല റിലാക്സേഷൻ നൽകുന്നതാണ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എഴുതിയിട്ട് ഗോളിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം കേട്ടോ. ലക്ഷ്യങ്ങൾ എഴുതിയിട്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതാണ് അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹമുള്ള ഗോളുകൾ എഴുതി വെച്ച് അത് ഫീൽ ചെയ്യുക, അത് കണ്ട് മനസ്സിൽ അതിങ്ങനെ നന്നായിട്ട് വിഷ്വൽ ചെയ്തുകൊണ്ട് കണ്ണടച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ അതിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. നമുക്ക് നന്നായിട്ട് അത് വിഷ്വൽ ചെയ്യാൻ പറ്റും. വിഷ്വലൈസേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് നമ്മൾ ഒന്ന് ടൈം മാനേജ്മെന്റിൽ ശ്രദ്ധിക്കുക. നമ്മള് സ്ട്രെസ് റിലീസിങ് ടെക്നിക്കാണല്ലോ പഠിക്കുന്നത്. അപ്പൊ സ്ട്രെസ്, മിക്ക ആളുകളും സ്ട്രെസ്ഡ് ആവാനുള്ള കാരണം എന്താ പറയുക? നിങ്ങള് ഡിസോർഡർ ആണ്, അല്ലെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാര്യങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയില്ല. എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? സ്ട്രെസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം അടുക്കും ചിട്ടയില്ലായ്മയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു. അത് അങ്ങോട്ട് വലിച്ചിട്ട് ഇത് ഇങ്ങോട്ട് വാരിട്ട് അത് അങ്ങോട്ട്. എന്താണ്? ക്ലാരിറ്റി കിട്ടാത്തോണ്ടല്ലോ പ്രശ്നം. ഒരു ദിവസം രാവിലെ ഇരുന്നൊന്ന് എഴുതുക, ഒന്ന് പ്ലാൻ ചെയ്യാം. അതിന് മടിയാണ് കുറെ. അത് മടി ഉണ്ടാകാൻ പാടില്ല. ഒന്ന് പേനയും ബുക്ക് എടുത്ത് എന്താണ് ശരിക്കും ചെയ്യാൻ പോകുന്നത്? 1, 2, 3, 4. എത്ര കാര്യം ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 100 കാര്യം ആയിക്കോട്ടെ, 100 കാര്യം ആയിക്കോട്ടെ, എഴുതുക. എഴുതുമ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചെയ്യാൻ. ഈ എഴുതിയില്ലെങ്കിൽ എന്താ കുഴപ്പം അറിയോ? കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ചിന്ത വരും. ഒന്നൊറ്റ ചെയ്യാനും പറ്റില്ല, അല്ലെ? ശ്രദ്ധിച്ചു അല്ലേ? റൈറ്റ്? കുറേ കാര്യം. അപ്പൊ അത് ചെയ്യണോ ഇത് ചെയ്യണോ, അത് ചെയ്യണോ, അതും ചെയ്യൂല ഇതും ചെയ്യൂല. അതിന് സംഭവിക്കാം, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്?
എഴുതിയിട്ടൊന്ന് ലിസ്റ്റ് നോക്കുക, അതിൽ ഒന്ന് തെരഞ്ഞെടുക്കുക, അത് ചെയ്യുക, ബാക്കി മൈൻഡ് വിടുക. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം ചെയ്യും, അത് ടിക്ക് ചെയ്യാം, എന്നിട്ട് അടുത്തത് ടിക്ക് ചെയ്യാം. അങ്ങനെ ശരിക്കും നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുള്ളൂ, ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് സ്ട്രെസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളത് ഈ ശീലം ഡെവലപ്പ് ചെയ്തെടുക്കണം. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ശബ്ദം കേൾക്കും. 2016 മുതൽ, ഞാൻ അതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ ഡെയിലി ഡയറിയിൽ ഇങ്ങനെ എഴുതി 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 അങ്ങനെ ക്ലാരിറ്റി വരുത്തിയിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് പോലും അന്നത്തെ ഡയറിയിലുണ്ട്. ഒരാൾ പോലും ക്ലാസ്സിൽ വരാത്ത സമയത്ത് പോലും, നിങ്ങൾ ക്ലാസ്സേ എടുക്കാത്ത സമയത്ത് പോലും എന്റെ ഡയറി പരിശോധിച്ചാൽ കാണാൻ പറ്റും ആയിരക്കണക്കിന് ആളുകൾ എന്നെ കാത്തിരിക്കുന്നുണ്ടേ എന്നതിൽ കാണാൻ പറ്റും. അതങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതി വെക്കുമ്പോ എന്താണ്, നമ്മുടെ ഉള്ളില് ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യുന്നേ നല്ല രസമല്ലേ. ഇതിങ്ങനെ വർക്ക് ചെയ്യും, ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വർക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതാണ് കടം വാങ്ങിയവർ തരാതെ കുറച്ച് ചോദ്യങ്ങളൊക്കെ. ഒന്ന്, കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കരുതിക്കോളൂ. ലൈഫിൽ കടം വാങ്ങുകയും ചെയ്ത് കൊടുക്കുകയും ചെയ്യരുത്. അത്രയും കുടുങ്ങാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ ദാനം കൊടുത്തോളി, നിങ്ങൾ സംഭാവന കൊടുത്തോളി. പിന്നെ അതിന്റെ പേരിൽ അത് ചോദിക്കാനും പിടിക്കാനും പോയിട്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ അല്ലെ, പിന്നെന്താ അവസ്ഥ? അതുവരെ നമ്മളെ വീട്ടിന്റെ മുന്നിലൂടെ നടന്നു പോയ ആൾക്കാർ പിന്നെ വഴി മാറിപ്പോകും. എന്താ ചെയ്യുക, നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? കടം കൊടുത്തു. പിന്നെ ഫോണ് വിളിച്ചെടുക്കൂല, നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് അല്ലേ? അവർക്ക് പേടിയാണ്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിയെടുക്കുന്നത്? നിങ്ങൾ സംഭാവന കൊടുത്തോളി, കടം കൊടുക്കരുത് കേട്ടോ, അല്ലേ? പിന്നെ കടം വാങ്ങുന്ന സിറ്റുവേഷന് വരുത്തരുത്. കടം കൊടുക്കുന്ന ഹെൽപ്പ് അല്ലേ? പ്രവീൺ ഇപ്പൊ കൊടുത്തിട്ട് എന്താ കിട്ടിയത്? എന്റെ ചോദ്യം ഇതാണ്. പ്രവീണിന് ഇപ്പൊ സമാധാനം കിട്ടിയോ? പ്രവീണ് ഹെൽപ്പ് അല്ലേ? പ്രവീൺ പറ, കൊടുത്തിട്ട് എന്താ ഉണ്ടായത്? പറ, സത്യം പറയണം പ്രവീൺ. സമാധാനം പോയില്ലേ? ഉണ്ടോ അല്ലേ? സമാധാനം പോയില്ലേ എന്ന് വിചാരിച്ച് കൊടുക്കേണ്ട അത്തരം എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾ കൊടുക്കാതെ മനുഷ്യത്വരഹിതമായി പെരുമാറണമെന്ന് അർത്ഥമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണേ. ചില ആളുകളെ നമ്മൾ നശിപ്പിച്ചിക്കാണ് കടം കൊടുത്തിട്ട്. ബാങ്ക് എന്താ ചെയ്യുന്നത്? നമ്മളെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുകയാണ്. ലോണ് തന്നുകൊണ്ട്. ഞാൻ ഇന്നലെ ഒരു സലൂണിൽ പോയ സമയത്ത്, ഒന്ന് ഗ്രൂമിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബജാജ് ഫിനാൻസ് കോള്, സാറിന് 5 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ലോണെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. സാറിന് പാസ്സായിട്ടുണ്ട്. നമ്മളെ അക്കൗണ്ട് കണ്ട് നമ്മൾ വിളിക്കുകയാണേ, ഇടപാട് കണ്ടിട്ട് വിളിക്കുകയാണ്, അതെ സാറിന് പാസ്സായിട്ടുണ്ട്. ഇങ്ങനത്തെ നമുക്ക് എന്തൊരു സ്നേഹത്തോടെയാണ് തരുന്നത് അറിയും ഇല്ലേ? എന്താ സ്നേഹത്തിന്റെ അറിയില്ലേ? നമ്മളോട് പരമാവധി എന്ത് ചെയ്യുക, ഒരുപക്ഷെ സഹായമായിരിക്കട്ടെ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു ബാഡ് ഹാബിറ്റ് ആയിട്ടാണ് ഞാൻ എപ്പോഴും, അത് നമുക്ക് എപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. തീരുമാനിക്കുക, കടം വാങ്ങുകയും ചെയ്യരുത്, കൊടുക്കുകയും ചെയ്യരുത്, അല്ലെ? പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണെന്നുള്ള ബോധം ഉണ്ടാവും. പണം ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും അത് പറ്റും എന്നുള്ളതാണ്. എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ സമാധാനമുണ്ട്, ക്ലാസ് കഴിഞ്ഞാൽ സമാധാനം പോകുന്നു. ഞാൻ എന്താ ചെയ്യാ? അതിനല്ലേ റെക്കോർഡ് യൂട്യൂബിൽ വെച്ചത്. ഈ യൂട്യൂബിൽ റെക്കോർഡ് എന്ത് ചെയ്യാ? ഇല്ല, അത് എന്ത് ചെയ്തേക്കല്? സ്റ്റാർ ഇട്ടൊക്കെ എന്തോ ചെയ്തേക്കലല്ലേ, എനിക്കറിയില്ല. അത് ഇട്ടുവെച്ചോളൂ, എന്റെ റെക്കോർഡ് ലിങ്ക് എടുത്ത് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. റിപ്പീറ്റഡ്ലി കേൾക്കുക, വേറെ നിർവാഹമല്ല. മൈൻഡില് എന്ത് ചെയ്യുക, അതിങ്ങനെ പ്രോഗ്രാം റിപ്പീറ്റില് കേട്ട് പ്രോഗ്രാം ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. പിന്നെന്താ സ്ട്രെസ് കുറക്കാനുള്ള മാർഗം വേറെ എന്തൊക്കെയാണ്? പറടോ, ഞാൻ ഒറ്റക്കോ, ഞാൻ മാത്രമായ രസമല്ല, നിങ്ങൾ ടൈപ്പ് ചെയ്യോ. സോഷ്യൽ നെറ്റ്വർക്കിംഗ് കേട്ടോ. ആളുകളായിട്ട് നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക കേട്ടോ. പോസിറ്റീവായുള്ള ബന്ധങ്ങളാണ്, അല്ലേ? റൈറ്റ്. സ്ട്രെസ് കുറക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക. തുറന്ന് സംസാരിക്കുക, മിണ്ടാതിരിക്കരുത്, മിണ്ടാപൂച്ചയായിരിക്കരുത്, ഓപ്പണായിട്ട് പോയി സംസാരിക്കുക. എന്റെ വീക്ക്നെസ് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഇതേപോലെ ആദ്യം ഇങ്ങനെ വെറുതെ സംസാരിക്കും. വീട്ടിൽ നിന്ന് ഉപ്പയൊക്കെ ചീത്ത അറിയും.
അത് മിണ്ടാ, ഇതിന്റെ വായ അടയ്ക്കട്ടെ, എന്തൊരു സംസാരം എന്ന് പറയും. പക്ഷെ അന്ന് എനിക്ക് ഇങ്ങനെ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഞാൻ പിന്നെ ട്രെയിനിങ്ങിലേക്ക് എന്ത് ചെയ്ത് ചാനലൈസ് ചെയ്തത്, ക്ലാസ് എടുക്കലായി. പിന്നെ അങ്ങനെ ഇപ്പൊ പോസിറ്റീവ് ആയി, അനാവശ്യം സംസാരിക്കില്ല ഇപ്പൊ എനിക്കറിയാം എന്ത് സംസാരിക്കണ്ട എന്നുള്ളത് അല്ലെ. ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യാം, അപ്പൊ കേൾക്കാൻ ആള് വേണ്ടേ. സാരല്ലോടോ, കണ്ണാടിന്റെ മുന്നിൽ സംസാരിക്കാം. ഞാൻ എങ്ങനെ ചെയ്തേ, എല്ലാവരോടും ദേഷ്യം പിടിക്കും. അപ്പൊ ഞാൻ കണ്ണാടി സുഹൃത്തായിട്ട് കണ്ണാടിന് മുന്നിൽ ഒറ്റയ്ക്ക് സംസാരിക്കാം. പക്ഷെ വാതിലടക്കാൻ മറക്കരുത് കേട്ടോ, വാതിലടക്കണം. ശരിക്കും കുറ്റിയിടും. ആരെങ്കിലും തുറന്നാൽ എന്തേ വിചാരിക്കും, അത് ഞാൻ ഉത്തരവാദി ആവൂല കേട്ടോ. ഒറ്റയ്ക്ക് കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് എന്ത് ചെയ്യാ, ഒറ്റയ്ക്ക് സംസാരിക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉണ്ടാവും. അപ്പൊ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടൈം മാനേജ്മെന്റിൽ പ്ലാൻ ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂൾ ചെയ്യാം. ഓരോ കാര്യങ്ങൾക്ക് ഒരു സമയം വെക്കുക. ചിലപ്പോൾ സമയമൊക്കെ മാറിപ്പോകും. നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, പക്ഷെ എന്നാലും കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നത് ഷെഡ്യൂൾ ചെയ്യാം അല്ലെ. നമുക്കറിയാം ഒരു ഓഫീസ് ടൈം രാവിലെ 10 to 5, 4 കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ. സ്കൂൾ ടൈം അല്ലെ, സ്കൂളൊക്കെ നമുക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ്, രാവിലെ 9:30 ഫസ്റ്റ് ബെല്ല്, 9:45 സെക്കൻഡ് ബെല്ല്, 9:50 പ്രാർത്ഥന അല്ലെ, 9:55 ടീച്ചർ അറ്റൻഡൻസ് എടുക്കുന്നു, 10 മണിക്ക് ക്ലാസ് എടുക്കുന്നു, 10:40 ഫസ്റ്റ് ബെല്ല് അല്ലെ, 11:20 എന്താണ്, മൂത്രയിക്കാളുള്ള ബെല്ല് അറിയില്ലേ, ബെല്ല് ഇന്റർവെല്ല്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കൃത്യമായുള്ള ഒരു ഷെഡ്യൂളിംഗ് ഉണ്ട് അല്ലെ, റൈറ്റ്. അങ്ങനെ ഒരു പാറ്റേൺ നമ്മള് ഓരോ സോഷ്യൽ സിസ്റ്റം ഉണ്ട്. ഇതേപോലെ നമ്മുടെ ലൈഫ് ഒന്ന് അടുക്കും ചിട്ടയും കൊണ്ടുവന്നാൽ പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, കണക്ഷൻസ്, നെറ്റ്വർക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യുക. പിന്നെന്താണ്, സോഷ്യൽ സപ്പോർട്ട് തേടുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, നമുക്ക് ഇതിലോടൊന്നും മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പണായി സംസാരിക്കാൻ പറ്റിയ ഒരു സുഹൃത്തിനെ നിങ്ങൾ കണ്ടെത്തുക അല്ലെ. അല്ലെങ്കിൽ കൗൺസിലർക്ക് പോവുക, മടിക്കരുത് കേട്ടാ. ഇപ്പൊ നമ്മളെ ഒരുപാട് നമ്മുടെ കോഴ്സ് കൗൺസിലേഴ്സ് ഉണ്ട്, ഞാൻ പറയപ്പെടുന്നുണ്ട്. അവർ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾ അത് സംസാരിച്ചാൽ കോഴ്സ് വരേണ്ടി വരുമെന്ന് പേടിക്കൊന്നും വേണ്ട അല്ലേ. നിങ്ങൾ സംസാരിക്കുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ അല്ലെ, അവരോട് സംസാരിക്കുക, നിങ്ങളെ കാര്യങ്ങൾ ഓപ്പണായി പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ചില ഇതേപോലെ ചില പേഴ്സണലി നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ തരും. നിങ്ങൾക്ക് ആ ഒരു ഒരു ആശ്വാസം. അപ്പൊ എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാനുള്ള ആളുകൾ. നമ്മളെ കമ്മ്യൂണിറ്റി അതിനു വേണ്ടി ബിൽഡ് ചെയ്യണത്. ക്ലിയർ അല്ലേ, കമ്മ്യൂണിറ്റി അതിനു വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്യണം. ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, സംസാരിക്കാനും കണക്ട് ചെയ്യാനും. ഓക്കെ, അതേപോലെ നെഗറ്റീവായുള്ള ആളുകൾ എന്ത് ചെയ്യാൻ, നോ പറയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 പൊട്ടിക്കാൻ തോന്നാറുണ്ട്, തോന്നുന്നത് നല്ലതാണ്, പക്ഷെ ചെയ്യരുത് കേട്ടോ. തോന്നും, 2 പൊട്ടിക്കണം തോന്നും. അപ്പൊ എന്ത് ചെയ്യുക, അത് സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്, ദേഷ്യം. അപ്പൊ എന്ത് ചെയ്യുക, സെൽഫിലേക്ക് ഒന്ന് വരിക, ഒന്ന് സ്വയം ആശ്വസിക്കുക കേട്ടോ. ഓക്കെ, സ്വയം ആശ്വസിപ്പിക്കാൻ, പിന്നെ പരമാവധി അത്തരം ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതാണ് നോ പറയേണ്ടടുത്ത് നോ പറയുക. പലപ്പോഴും നോ പറയേണ്ടത് നോ പറയാൻ പറ്റാത്തതാണ് കുറെ ആളുകളെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ചില ഹോബികളൊക്കെ എന്തൊക്കെയാണെങ്കിൽ ലെഷർ ടൈം ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് ആക്ടിവിറ്റി ഇപ്പൊ എന്താണ്, വാട്ടറിങ്, ബുഷ് ട്രിമ്മിങ് അല്ലെ, അതെന്താണ്, പല രീതിയിൽ എന്ത് ചെയ്യുക, ചെറിയ റീഡിങ്, കുട്ടികളെ കൂടെ കളിക്കുക, പുറത്തോട്ട് ഔട്ടിങ്, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ മെഡിറ്റേഷനിൽ വേറെ കാര്യങ്ങളുണ്ട്, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെന്താണ്, ലാഫിങ്, ചിരി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ലാഫിങ് തെറാപ്പി ആണല്ലേ, തമാശ പറഞ്ഞ് കോമഡി കേട്ടിട്ട് മറിമായ അല്ലെ. ഞാൻ ഇടയ്ക്കെടുത്ത് കാണുന്നതാണ്. ഞാൻ അധികം സമയം കാണാം, ചെറുതായിട്ടൊക്കെ എടുക്കും കേട്ടോ. എന്നിട്ട് ഇരുന്നിട്ട് ചില ഏറ്റവും കോമിക് ആൾ എടുത്തിട്ട് ഇരുന്ന് ചിരിക്കുക അല്ലെ. കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. നമ്മൾ വെറുതെ പിടിച്ച് കെട്ടിക്കരുത്, ഒന്ന് പൊട്ടിച്ചിരിക്കാം. ഒക്കെ സമയം നോക്കണം കേട്ടോ. അമിതമായിട്ട് സമയത്ത് ഓപ്പൺ ആയി ചെയ്യും. കൂടുതൽ ആളുകൾ എടുക്കുന്നത് തമാശ വേണ്ടി പറഞ്ഞ് കുറച്ചൊക്കെ നർമ്മം കൊണ്ടുവരും. നർമ്മമുള്ള ആളുകളെ കൂടെ എന്ത് ചെയ്യാം, നർമ്മ സ്വഭാവം, അത് വളരെ മോശമായവരുത്. സ്റ്റാൻഡേർഡ് കുറയരുത് കേട്ടോ. മിനിമം സ്റ്റാൻഡേർഡ് വേണം, ബിലോ സ്റ്റാൻഡേർഡ് ആയിട്ട് പോകരുത്. ഒരു മിനിമം സ്റ്റാൻഡേർഡിലുള്ള മർമ്മൊക്കെ എന്ത് ചെയ്യാം, നല്ലതാണ് അല്ലെ. ചെറിയ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
തമാശക്ക് പാരവെപ്പും കൊള്ളിവെപ്പും ഇരുന്ന് ചിരിക്കലും രസത്തില് തമാശയിൽ, എന്നാൽ അത് ഉള്ളിൽ വേദനിക്കുന്ന രീതിയിലേക്ക് സബ് കോൺഷ്യസിലേക്ക് കയറുന്ന രീതിയിലേക്ക് ആവരുത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം, ഉള്ളോട്ട് എടുക്കാതെ എന്ത് ചെയ്യണം, അത് രസമായിട്ട് എടുക്കുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. സ്ക്രീൻ മൊബൈലിൽ അധികമായിട്ട് സമയം ചെലവഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് എത്ര പ്രാക്ടീസ് ചെയ്താലും പോകുന്നില്ല, കഴിയുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനെന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷണൽ ബ്ലോക്കുകൾ അല്ലെ. ഏറ്റവും വലിയ ഇമോഷണൽ ബ്ലോക്കാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ടെൻഷൻ, ഫിയറിൽ നിന്നാണ് നമ്മുടെ നെഗറ്റീവ്സ് വരുന്നത് അല്ലെ, പേടിയിൽ നിന്ന്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളെ ഉള്ളിലുള്ള ഇമോഷൻ ഏതാണ് കണ്ടെത്തുക. പേടിയാണോ, ടെൻഷനാണോ, നിരാശയാണോ, സങ്കടമാണോ, വിഷമാണോ? ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു ഫീല് എന്താണ് കണ്ടത്, നമുക്കൊന്ന് കണ്ടെത്തിക്കൂടെ? സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പൊ ഉള്ളിലുള്ള ആ ഒരു വിഷമത്തെയും പ്രയാസത്തെയും എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഒന്ന് സ്ട്രൈറ്റ് ആയില്ലായിരിക്കും. ഉള്ളിൽ ഇപ്പൊ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം ഒന്ന് നോക്കൂ. പതിയെ കണ്ണടച്ചുകൊണ്ട് ഉള്ളോട് ലുക്ക് ഇൻസൈഡ്, അകത്തോട് നോക്ക്. ശ്വാസത്തിലേക്ക് മാത്രം. അപ്പൊ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ട്, ഇങ്ങനെ പ്രയാസമുണ്ട്, ഇങ്ങനെ സങ്കടമുണ്ട്. അവയർനെസ്സിലേക്ക് വരും. കുറെ കാലമായിട്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായിട്ട് ഞാനിത് ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വിഷമവും പ്രയാസവും. അതുമായി ബന്ധപ്പെട്ട കുറെ ആവശ്യമില്ലാത്ത ചിന്തകളും വികാരങ്ങളും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആവർത്തിച്ച് ആവർത്തിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്നു. എങ്കിലും ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെയാണ് അക്സെപ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. അതുണ്ടെങ്കിൽ പോലും ഞാൻ അംഗീകരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു, എന്നെ മനസ്സിലാക്കുന്നു. എന്നെ മനസ്സിലാക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പൂർണ്ണമായി എന്നെ മനസ്സിലാക്കുന്നു, എന്നെ അംഗീകരിക്കുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു. എന്നെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുന്നുണ്ട്. എനിക്ക് പറ്റുന്നുണ്ട്. നെഗറ്റീവ്സ് ഉണ്ട്, ഇറ്റ്സ് ഓക്കെ. എന്നാലും എനിക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും എന്നെ അംഗീകരിക്കാനും പറ്റുന്നു. I love myself, accept myself, forgive myself. ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. എൻ്റെ മനസ്സിനെ ശാന്തമാവാൻ ഞാൻ അനുവദിക്കും. എൻ്റെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാവാൻ ഞാൻ അനുവദിക്കും. എൻ്റെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാവാൻ ഞാൻ സ്വയം അനുവദിക്കും. ഓക്കെ, ഡീപ്പായിട്ട് 3 ശ്വാസങ്ങൾ 3 ടൈംസ്. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. റിലാക്സ്. ഓക്കെ, കൈകളൊന്ന് വാമപ്പ് ചെയ്യാം. ഒന്ന് മുഖത്ത് തടയും കേട്ടോ. ഹാപ്പിയായി with a smiling face, open your eyes. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് കിട്ടിയ ഒരു ആശ്വാസം കണ്ടില്ലേ? ഇനി നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങണം.
കാരണം ഇപ്പൊ നമ്മൾ പുറമെ പെയിന്റ് അടിച്ചിട്ടേ ഉള്ളൂ, ശരി, ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ചില ഓർത്താൽ നമ്മൾ തളർന്നു പോകുന്ന, തല ചുറ്റി പോകുന്ന ചില ഓർമ്മകളില്ലേ, ഉണ്ട്. നമ്മളത് മറച്ചു വെച്ചിരിക്കുക, അതില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം, അതുണ്ട്. എടുത്ത് പുകച്ച് പുറത്ത് ചാടിക്കണം ആ സാധനങ്ങളെ, അപ്പോഴേ ഫ്രീ ആവുള്ളൂ. ആ ഫ്രീ ആക്കുന്നതിന്റെ പേരാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ക്ലിയർ അല്ലേ? നമ്മൾ ചെയ്യുന്ന കോഴ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആരാണോ നമ്മൾ നേരത്തെ കോഴ്സ് കൗൺസിലേഴ്സിന് പറഞ്ഞില്ലേ, അവരോട് സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓപ്പണായി സംസാരിക്കുക, എന്നിട്ട് അവരെന്ത് ചെയ്യുക, നിങ്ങളത് ഹെൽപ്പ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ നമുക്കത് പലപ്പോഴും കഴിയില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരാളെ ഹെൽപ്പ് വേണം. എനിക്ക് ഒരുപാട് മെന്റേഴ്സ് ഉണ്ട് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക്. കേരളത്തിൽ ആദ്യം ചെയ്തു, പുറമേ പോയി ചെയ്തു, തായ്ലൻഡിൽ, ബാംഗ്ലൂർ പോയി ചെയ്തു, ബോംബെയിൽ പോയി ചെയ്തു, തായ്ലൻഡിൽ പോയി ചെയ്തു. അവിടെയൊക്കെ ഓരോരോ ഗുരുക്കന്മാരാണ്. ഈ ഗുരുക്കന്മാർ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. ഈ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ സാധനമാണ്, അല്ലേ? അപ്പൊ അതിന്റെ ഒരു 10-1 അല്ലെങ്കിൽ 100-1 മാത്രമേ ഇവിടെ ഫീസ് നമ്മൾ വാങ്ങുന്നുള്ളൂ. അതാണ് സത്യം. കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് കിട്ടട്ടെ എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ആൾക്കാർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ആവശ്യമില്ലാത്ത സ്ക്രീന് കയറി വരുന്നുണ്ട്. ഒന്ന് ആരോ നോക്കിയത് ഒഴിവാക്കുമോ കേട്ടോ, എന്തോ ഒരു സ്ക്രീൻ. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആ വിഷ സർപ്പങ്ങളെ ഓരോന്നെടുത്ത് ഒഴിവാക്കി അടിച്ച് കൊല്ലാൻ നിങ്ങളെ സഹായിക്കുന്ന സാധനമാണ് EFT എന്ന് പറയുന്നത്. മുന്നോട്ട് വരിക. കഴിഞ്ഞ 10 വർഷത്തോളായിട്ട് 6000-ത്തിലധികം ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് പരിചയത്തിന് അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ ലൈഫിൽ ശക്തമായുള്ള മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങൾ കണക്ട് ചെയ്യണം. ഞാൻ സംസാരിക്കുന്നു, സമയം കുറെ മുന്നോട്ട് പോയി. ഞാൻ അറിഞ്ഞില്ല ടൈം ഇത്ര പോയത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? നമ്മൾ ടീം മെമ്പേഴ്സിനെ കണക്ട് ചെയ്യാം കേട്ടോ. എൻ്റെ അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തു. എന്തിനാണ്? ചായ തരാനാണോ? രാവിലെ ഉണ്ടാക്കിയ ചായ ചൂടാറിയില്ല, അത് തരാനാ? അതിന്റെ ആ ഒരു പൂതി പോയിട്ടില്ല. അതിങ്ങനെ ഉണ്ടാക്കിയപ്പോഴേ അതിങ്ങനെ കുടിക്കാൻ അത് കിട്ടാത്തല്ലേ. പറഞ്ഞോളൂ, ആരാ സംസാരിക്ക? ചുരുക്കി പറയണേ. പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. അസ്സലാമു അലൈക്കും. പറയൂ. ഷാജിയാണ്, ദുബായിൽ നിന്ന് സാറേ. അവിടെ പങ്കെടുത്താണല്ലേ? പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വന്നതാണ്. എനിക്കിപ്പോ ഒരു 12 ഡേയ്സിന്റെ പരിചയമുള്ളൂ EFT നെ കുറിച്ചിട്ട്. നാളത്തെ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻ. അപ്പോ ഇതില് എനിക്കിത് പരിചയപ്പെടുത്തി തന്ന റിയാസ് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് ഉണ്ട് ദുബായില്. പ്രത്യേകിച്ച് അവനോടും അള്ളാഹുവിനോടും എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. പിന്നെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ക്ലാസ് ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്യാനും. എന്റെ ഡ്യൂട്ടിക്കൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ മാനേജ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഫസ്റ്റിന്റെ ഗോള് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഗോളൊക്കെ സെറ്റ് ചെയ്യാന്. ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാവരും സന്തോഷം. ഇത്തരത്തിലുള്ളൂ സാർ. അടിപൊളി. ഓക്കെ, താങ്ക് യു. യെസ്, അടുത്ത ആൾ പറയൂ. പെട്ടെന്ന് പറയൂ കേട്ടോ. സാറേ ഞാൻ മാഹി. പറയൂ. നേരെ നോക്കണം, ബ്രേക്ക് പിടിക്കണം. പെട്ടെന്ന് പറയൂ. സാറേ കേൾക്കുന്നില്ല, ഞാൻ വഹീദാണ്. 26 ബാച്ചിലെ. കേൾക്കാമോ സാറേ? കേൾക്കാം, പറയൂ.
ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് ഞാന് മോർണിംഗ്. ഞങ്ങള് ഒത്തിരി താരങ്ങളൊക്കെ ഉള്ള ഗ്രൂപ്പാണ് സാറേ. ഭയങ്കര എനർജറ്റിക് ആയിട്ട് സാറിന് അറിയാം. ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അമീർ ഭായ്, വലിയ അതെ വലിയ അതെ താരങ്ങളൊക്കെ ഉള്ളതാ. അമീർ ഭായ്, ഷാനവാസ് ഭായ്, ഇസ്മായിൽ സാറ്, അങ്ങനെയുള്ള ഒത്തിരി പേര് അടങ്ങിയ തസ്രീന, ഒത്തിരി ഒത്തിരി താരം, മിഹ്റാൻ, അങ്ങനെ ഒത്തിരി താരങ്ങളുള്ള ഗ്രൂപ്പാണ് സാറേ ഞങ്ങളുടെ. ഞാന് നന്നായിട്ട് അപ്പായതാണ് 26 ബാച്ചിൽ. പക്ഷെ ഈ ഇന്നലെ അത് സ്കൂളിലെ, ഞാനൊരു ടീച്ചറാണ് സാറേ. ഇന്നലെ സ്കൂളിലുണ്ടായ ചില സാഹചര്യങ്ങള് എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷെ ഞാൻ രാത്രി കിടക്കാൻ, എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. രാത്രി കിടക്കാൻ നേരം നന്നായിട്ട് ടാപ്പ് ചെയ്ത് 2 പ്രാവശ്യം ചെയ്തപ്പോ തന്നെ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. സാറിന്റെ ഇന്നത്തെ ക്ലാസ് ശരിക്കും എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു. എനിക്ക് ഒട്ടും മൈൻഡ്ഫുൾനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അത് നന്നായിട്ട് നോട്ട് എഴുതി വെച്ചു. ഞാനത് ചെയ്യുവാണ്. സാറ് പറഞ്ഞ ഒന്നാമത് ബ്രീത്തിങ് എക്സസൈസ്, ബ്രീത്തിങ് ചെയ്തു. പിന്നെ രണ്ടാമത് ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണമെന്നല്ലേ, അതൊക്കെ ഞാൻ ചെയ്യാൻ പോകാം സാറേ. എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ആദ്യം ഇത് ബിസിനസ് മൈൻഡഡ് ആയിട്ടാണ് ഞാനും കണക്കാക്കിയത്. പലരും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായും ഇതല്ല, എല്ലാവരും മടിച്ചു നിൽക്കുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഇതിൽ കയറണം എന്ന് എനിക്കൊരു അഭ്യർത്ഥനയാണ് എല്ലാവരോടും. കാരണം എന്റെ ഇന്നലത്തെ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ശരിക്കും ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വാക്കുകൾ കിട്ടുന്നില്ല. സാറ് ശരിക്കും എന്താ എന്റെ മനസ്സിനെ നിയന്ത്രിച്ച ഒരാളാണ്. അതുകൊണ്ട് ആരെങ്കിലും മടിച്ചു നിൽക്കുകയാണെങ്കിൽ, എന്റെ വീട്ടിൽ ഞാൻ ഓരോരുത്തരോടും, എന്റെ ഹസ്ബൻഡിനോടും മക്കളോടും ഒക്കെ പറഞ്ഞിട്ട് ഇതുവരെ ആരും ചേർന്നിട്ടില്ല. പക്ഷെ മടിച്ചു നിൽക്കാതെ ചേരണം എന്നാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥന. പ്ലീസ് പ്ലീസ്, അത് നമ്മളുടെ ജീവിതത്തിന് വേണ്ടി, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ മടിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ കയറണം. നമുക്ക് നമ്മളെ രക്ഷിച്ചാലേ നമ്മളുടെ കുടുംബത്തെയും നമ്മുടെ പരിസരത്തെയും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ല ഇത് പറയണത്, എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയണതാണ്. ചിലര് വിചാരിക്കും ഇങ്ങനെ, എന്താണ് ഇവരെ സ്വാധീനിച്ചിട്ട് പറയിപ്പിക്കണതാണെന്നൊക്കെ വിചാരിക്കും ചിലര്. ഒരിക്കലുമല്ല, എന്നെ ആരും സ്വാധീനിച്ചിട്ടില്ല. ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു ഭയങ്കര ടൂളാണ് EFT. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യണം എന്നാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇത്രയേ ഉള്ളൂ സാറേ പറയാം. എനിക്കിപ്പോ ശരിക്കും അങ്ങോട്ട് സാറിന് മനസ്സിലായി കാണും എന്റെ ഫീലിംഗ്. ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞേനെ. എനിക്ക് പറയാൻ പറ്റാഞ്ഞിട്ട് കൂടി ഇന്ന് എനിക്ക് തീർച്ചയായും കയറണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയതാണ്. ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ പോകും, തീർച്ചയായിട്ടും ഞാൻ പോകും. ഞാൻ ഒരു ടീച്ചറാണ്, ഗവൺമെന്റ് സ്കൂളിലെ ഒരു ടീച്ചറാണ്. ഞാൻ ഇനി വേറൊരു അവസരത്തിൽ പറയാം സാറേ. എനിക്ക് ഇപ്പൊ സാറിന് അറിയാൻ പറ്റും എന്റെ ഫീലിംഗ്. അതുകൊണ്ട് പിന്നീട് ഒരു അവസരത്തിൽ കയറാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾമൈറ്റി. താങ്ക് യു യുവർ പാരന്റ്സ് ഓൾസോ. ഓക്കെ, അപ്പൊ ഇന്നലെ രാത്രി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റി, തിരിച്ചു വരാൻ പറ്റി എന്നുള്ള സന്തോഷമാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വൈൻഡപ്പ് ചെയ്യാം. സമയം ഒരുപാടായിട്ടുണ്ട്. പെട്ടെന്ന് പറയൂ കേട്ടോ, ഞെട്ടിക്കൊണ്ടുപോകുന്നില്ല. പറയൂ ഷെരീഫ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ കേൾക്കുന്നില്ല കേട്ടോ, സമയം ഒരുപാടായതുകൊണ്ട് അടുത്ത ദിവസം എല്ലാവരും നാളെ അടിപൊളി ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടെ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഇമോഷണൽ ഫ്രീഡം അത് നേടിയിട്ട് എങ്ങനെ സ്ട്രെസ് കംപ്ലീറ്റ് ഹീൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നാളത്തെ സെഷൻ. എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കുക. 980ഓളം ആളുകൾ 1Kന്റെ അടുത്ത് ഇന്നും പങ്കെടുത്തു. എല്ലാവരും കൺഗ്രാജുലേഷൻസ്. ഇനിയും ആളുകൾക്ക് നമ്മൾ മെസ്സേജ് എത്തിക്കേണ്ടതുണ്ട്. പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഇതിന്റെ മെസ്സേജ് എത്തിക്കുക. നമ്മുടെ യൂട്യൂബ് റെക്കോർഡുണ്ട്. യൂട്യൂബിൽ എല്ലാം അവൈലബിൾ ആട്ടോ. EFT എന്നുള്ള യൂട്യൂബ് ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ആളുകൾക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. ഞാനത് റിപ്പീറ്റഡ്ലി കേൾക്കാൻ അവസരമാണ്. മിസ്സായി പോയി എന്ന് വിചാരിക്കേണ്ട, ആവർത്തിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. അംജിത് സംസാരിക്കുന്നു, നാളെ സംസാരിക്കാം കേട്ടോ. നാളെ സംസാരിക്കും പോരെ? ഒരു മിനിറ്റോ? ഷോ പെട്ടെന്ന് പറയാം സാറേ. ഇന്ന് സാറ് പറഞ്ഞ വിഷയം, സാർ ഇന്ന് പറഞ്ഞ കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 19 ദിവസം ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. 16 ദിവസം ചാരി ഇരിക്കുകയായിരുന്നു.
പക്കാമ്പാടി ഒളിച്ച് ലെൻസിലേക്ക് ഹോസ്പിറ്റലിട്ട്. പക്ഷെ ഞാൻ എന്റെ മൈൻഡ് സെറ്റ് ചെയ്തത് ഞാനൊരു ടൂർ വന്ന മാതിരിയാണ് മൈൻഡ് സെറ്റ് ചെയ്തത്. ഹോസ്പിറ്റലിൽ ഹോട്ടലിൽ ഒരു റൂം എടുത്ത് കഴിയണ മാതിരി മൈൻഡ് സെറ്റ് ചെയ്ത് ഞാൻ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. എന്റെ മുമ്പിൽ എല്ലാവരും വന്ന് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോ ഞാൻ സന്തോഷമായിട്ട് അവര് ഓരോരുത്തർ വരുമ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോ ഒരാളടുത്ത് ചിക്കൻ ബിരിയാണി, ഒരാളടുത്ത് മട്ടൻ ബിരിയാണി, ഓരോ ദിവസം ഓരോ ഫുഡ് മേടിച്ച് കഴിച്ച് ലാവിഷായിട്ട് കുഴിമന്തി എല്ലാ ഫുഡും കഴിച്ച് പത്തിരിയിറച്ചി ഒക്കെ കഴിച്ച് ലാവിഷായിട്ട് സന്തോഷമായിട്ട് ഇരുന്നത്. അടിപൊളി. ഏത് നിമിഷവും നമുക്ക് സൂപ്പറായിട്ട് 19 ദിവസം കഴിച്ച് ഒരു കീമോ കഴിച്ച് ഞാൻ പുറത്തിറങ്ങി. ഞാൻ എന്റെ മൈൻഡ് ഹോസ്പിറ്റലില് അല്ലെങ്കിൽ സീരിയസ് ഒരു മൈൻഡും ഉണ്ടായില്ല. എന്റെ മൈൻഡ് സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാവർക്കും സാധ്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കി. ചില ആൾക്കാർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റൂല? നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അതിനാണ് നമ്മളിത് പറയുന്നത്. നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ ചെയ്തെടുക്കണം, അല്ലേ? കൺഗ്രാജുലേഷൻ, വലിയ അപ്പൊ നാളെ എല്ലാവരും വരട്ടാ. നാളെ എല്ലാവരും ഒരു അടിപൊളി സെഷൻ പ്രാക്ടിക്കൽ EFT ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതിലൂടെ എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ ശരിക്കും നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു മനോഹരമായ സെഷനാണ്. നാളെ കലാശക്കൊട്ടാണ്, അടിച്ചു പൊളിക്കണം കേട്ടോ. അതുപോലെ നാളത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. സൂപ്പറാക്കാൻ നമുക്ക് പൊളിക്കാനേ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ശുഭദിനം. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.